ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമ ഓം. ഓം നമഃ ശിവായ ശിവായേ നമ ഓം. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ ഓം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ഭാഗവതം പ്രഥമസ്കന്ധത്തിൻ്റെ ഒടുവിൽ ശുകൻ്റെ ആഗമനം നമ്മൾ വായിച്ച് സവിസ്തരം അത് മനനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. സാക്ഷാൽ പരമേശ്വരൻ സംഹാരമൂർത്തിയായിട്ട് നാം കാണുന്ന രുദ്രദേവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ വന്നിരിക്കുന്ന രംഗമാണ് പ്രകീർത്തിതമായത്. വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷത്തിന് അഭിമുഖമായിട്ട് ശുകബ്രഹ്മം ഇരുന്നു എന്ന് പറയുമ്പോൾ തെക്കോട്ടേക്ക് ഇരിക്കുന്നത് ദക്ഷിണാമൂർത്തി ഭാവമാണ്. ശിവനാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ശിവൻ തന്നെയാണെന്ന് നമ്മൾ തറപ്പിച്ചു പറയുകയും ചെയ്തു. നഗ്നനായിട്ടും അതുപോലെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന 16 വയസ്സുകാരൻ ശിവനല്ലാതെ മറ്റാരുമല്ല എന്നും നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാന സംഗതി, ഭാഗവതം പറയണമെങ്കിൽ ശിവന് മാത്രമേ സാധിക്കൂ എന്നും ജ്ഞാനസ്വരൂപനായ അഗ്നിസ്വരൂപനായ ജ്യോതിസ്വരൂപനായ ശിവപെരുമാളിന് മാത്രമേ ഭാഗവത തത്വം ഇട്ടുകൊടുക്കാൻ കഴിയൂ എന്നും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വക്താവായിട്ട് വന്നിരിക്കുന്ന ശുകബ്രഹ്മം സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്നും അത് ശിവനല്ലാതെ മറ്റാരുമല്ല എന്നും ദക്ഷിണാമൂർത്തി ഭാവം തന്നെയാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് വേണം നാം ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടക്കാൻ. സനകാദികൾ 4 പേരും വൃദ്ധന്മാരായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഗുരുഭാവത്തിലിരുന്നു കൊണ്ട് വിദ്യ ഉപദേശിക്കുന്നത്. 4 പേര് സനകാദികൾ എന്ന് പറയുന്ന ഒരിക്കലും ആകാൻ പാടില്ലാത്തവരാണ്. പക്ഷെ അവർ വൃദ്ധതയെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ വിദ്യ നഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി അജ്ഞാന രൂപത്തിലായപ്പോഴാണ് ഈ വൃദ്ധത പ്രാപിച്ചത്. അത്തരത്തിലുള്ള ജരാനരകൾ ബാധിച്ച അവരെ കൂടുതൽ ഉന്മേഷഭരിതരാക്കാൻ, അവരുടേതായിട്ടുള്ള പ്രായത്തിൻ്റെ കുറവ്, കാലാതീതമായിരിക്കുന്നൊരവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ഉപദേശം കൊടുക്കുന്ന മൗനത്തോടുകൂടി മിണ്ടാതിരുന്നു കൊണ്ടാണ്. കാരണം അതെല്ലാം തന്നെ ഗ്രഹിക്കാൻ, അത് വ്യാഖ്യാനമായിട്ട് പരിണമിച്ച് ശ്രോതാക്കളായിട്ടിരിക്കുന്ന സനകാദികൾക്കെല്ലാം തന്നെ ഗ്രഹിക്കാൻ ഉതകുന്ന രീതിയിലായിരുന്നു ആ ദക്ഷിണാമൂർത്തിയുടെ വിദ്യ പ്രദാനം ചെയ്യുന്ന രീതി. അദ്ദേഹമാണ് ഇവിടെ ശുകബ്രഹ്മം. അപ്പോൾ തികച്ചും ശുകബ്രഹ്മത്തെ ഒരു നല്ലൊരു വീക്ഷണകോണം, ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവ് ഇല്ല എങ്കിൽ നമുക്ക് ഭാഗവതം പിടികിട്ടുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ഉപാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. സ്ഫടികരജതവർണം മൗക്തികീമക്ഷമാലാം അമൃതകലശവിദ്യാജ്ഞാനമുദ്രാകരാഗ്രൈ ദധതമുരകകക്ഷം. നോക്കൂ അദ്ദേഹത്തിൻ്റെ ചിത്രം. അദ്ദേഹം കയ്യിൽ വേദം, അഗ്നിയുമുണ്ട്, ജപമാലയുമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും വിദ്യ അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കൊടുക്കാനില്ല, ഗുരുവാണ്.
ചന്ദ്രചൂടം ത്രിനേത്രം വിധൃത വിവിധഭൂഷം ദക്ഷിണാമൂർത്തിമീടേ. അത്തരത്തിലുള്ള ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നാം ശുഖബ്രഹ്മത്തെ കണ്ടാൽ ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ, ഏതൊരു കഥ പറഞ്ഞിട്ടാണോ എൻ്റെ അജ്ഞാനം ദൂരീകരിക്കേണ്ടത് അത്തരത്തിൽ സർവശാസ്ത്ര വിശാരദൻ. അപ്പോൾ എന്തുകൊണ്ടും വളരെയേറെ യോഗ്യനായിരിക്കുന്ന ഒരു വക്താവിൻ്റെ പ്രാദുർഭാവവും ആവിർഭാവവും അവതരണവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹം അവിടെ എത്തിച്ചേരലും ഇതെല്ലാം തന്നെ വളരെ അതിൻ്റെ ഗൗരവത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടക്കാം. ചോദിച്ച ചോദ്യം എന്താ? ഈ ഒരു കാര്യം മാത്രമേ പരീക്ഷിത് മഹാരാജാവിന് ചോദിക്കാനുള്ളൂ. അത പ്രച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരു. ഇവിടെ ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക, ആദിയോഗിയായിട്ട് പറയുന്ന ശിവനെ മാത്രമാണ് ആദിയോഗി. ആദി നടനാണ്, നടരാജനാണ്. അതുപോലെ ആദിയോഗി, ആദിയോഗിയായിരിക്കുന്ന യോഗിമാരുടെയെല്ലാം തന്നെ ഗുരുവായിരിക്കുന്ന നമഃശിവായ സാമ്പായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ യോഗീനാം പദയേ നമ. യോഗീനാം പദയേ നമ. ചതുർത്ഥ സ്കന്ധത്തിൽ ദക്ഷയാഗം വരുമ്പോൾ കൂടുതൽ ഇതിന് വിസ്തരം നമുക്ക് മനനം ചെയ്യാനായിട്ട് സാധിക്കും. അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും. ശുഖബ്രഹ്മത്തെ അഭിസംബോധന ചെയ്യുന്ന അത്തരത്തിലാണ്. പുരുഷസ്യേഹയത് കാര്യം മ്രിയമാണസ്യ സർവഥ. ഒരു കാര്യം എൻ്റെ കാര്യത്തിൽ വ്യക്തമായി, ഞാൻ മ്രിയമാണനാണ്, മരിക്കാൻ സമയം നിശ്ചയിക്കപ്പെട്ടവനാണ്. 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കും പോലും. അപ്പോൾ എല്ലാ തരത്തിലും അനിശ്ചിതമായിരിക്കുന്ന എൻ്റെ മരണം സുനിശ്ചിതമാക്കിയത് കൊണ്ട് ഞാൻ മ്രിയമാണനാണ്. അങ്ങനെ മരണപ്രായനായിരിക്കുന്ന എനിക്ക് കേൾക്കേണ്ടത് എന്തൊക്കെ? ഞാൻ എന്താണ് കേൾക്കേണ്ടത്? യശ്രോതവ്യം അധോ ജപ്യം. എന്താ ജപിക്കേണ്ടത്? 7 ദിവസം മാത്രമേ ഉള്ളൂ. യത് കർത്തവ്യം, ഞാൻ ചെയ്യേണ്ടതെന്ത്? നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. ചെയ്യാൻ പാടില്ലാത്തതും. ഇവിടെയും വക്താവിൻ്റെ അപ്രാഗൽഭ്യം, അദ്ദേഹത്തിൻ്റെ വൈഭവം, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഇതെല്ലാം തന്നെ നമ്മൾ ഊന്നി പറഞ്ഞപ്പോൾ ശ്രോതാവിൻ്റെ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം വെറും 7 ദിവസം കൊണ്ട് മുക്തി അടയാൻ പോവുകയാണ്. മുക്തി എന്ന് പറയുമ്പോൾ സദ്യോമുക്തി, ക്രമമുക്തി, ഇത്തരത്തിൽ മുക്തികൾ പലതരത്തിലുണ്ട്. പിപീലിക സമ്പ്രദായത്തിലും അല്ലെങ്കിൽ ഖഗം, ഈ പക്ഷിയുടെ സമ്പ്രദായത്തിലുമൊക്കെ ഈ മുക്തിപദത്തെ അലങ്കരിക്കാനുള്ള ഒരു പ്രത്യേക പ്രയാണം തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ, ആധ്യാത്മിക വിദ്യയിൽ, സനാതന ധർമ്മത്തിലുണ്ട്. പതുക്കെ പതുക്കെ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥനായി സന്യാസത്തിലേക്ക് കടന്ന് മുക്തി അടയുന്ന ആ രീതി, പതുക്കെ പതുക്കെ അല്ലാതെ പെട്ടെന്ന് മുക്തി കിട്ടുന്ന സജീവ മുക്തി എന്ന് പറയുന്ന രീതിയും ഇവിടെ വാസ്തവത്തിൽ പ്രകീർത്തിക്കുകയാണ് ഭാഗവതം. അതിനുള്ള മാർഗങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതായാലും യോഗികളുടെ പരമഗുരുവായിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരനായിരിക്കുന്ന ശിവപെരുമാൾ തന്നെയാണ് ഈ പറയുന്ന യോഗികളുടെ പരമഗുരുവായിരിക്കുന്ന ശുഖബ്രഹ്മം. അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഞാൻ എന്താണ് കേൾക്കേണ്ടത് ചുരുങ്ങിയ ഈ 7 ദിവസക്കാലം കൊണ്ട്? എന്താണ് ജപിക്കേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് സ്മരിക്കേണ്ടത്? ഇവ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നുകൂടി നമ്മൾ തിരിഞ്ഞു നോക്കൂ. ഇദ്ദേഹം ഈ ഉത്തരയുടെ ഗർഭത്തിൽ കടന്നുകൂടിയപ്പോഴേ തന്നെ പ്രശ്നങ്ങളാണ്. ആ ഗർഭത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശ്വത്ഥാമാവ് തൻ്റെ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടത്. അതിരൂക്ഷമായിരിക്കുന്ന പരീക്ഷണ കാലഘട്ടം തരണം ചെയ്തത് മുഴുവൻ ശ്രീകൃഷ്ണ സാന്നിധ്യത്തിലാണ്. തൃച്ചക്രവാണിയായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആ ഭ്രൂണം അവിടെ കിടന്നുകൊണ്ട് സദാ സ്മരിക്കുകയാണ്, ധ്യാനിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈശ്വരനെ തന്നെ നേരിൽ കണ്ടുകൊണ്ട് ഭ്രൂണാവസ്ഥയിൽ കണ്ണുണ്ടാവോ? ഭ്രൂണാവസ്ഥയിൽ കണ്ണ് തെളിഞ്ഞിട്ടുണ്ടോ ആവോ? ഇപ്പോൾ ഭ്രൂണാവസ്ഥയിൽ അവയവങ്ങൾ തന്നെ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ ആവോ? ചിന്തിച്ചു നോക്കൂ. ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഭ്രൂണാവസ്ഥയിൽ ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കിയ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈശ്വരനെ പറ്റി ഉണ്ട് എന്ന് ചുരുക്കം. അവിടെയും സുദർശനചക്രപാണിയായിട്ട് ഭഗവാൻ അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ സമ്യക് ദർശനം കൊടുത്തു എന്ന്, വ്യക്തമായിട്ടുള്ള ദർശനം. നമുക്കും വാസ്തവത്തിൽ ഗർഭസ്ഥ ഭാവത്തിൽ ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഈശ്വര ദർശനം മറന്നുപോവുകയാണ്. സംസാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ മായയാൽ മൂടപ്പെട്ട അവസ്ഥയിൽ ആ ദർശനം കിട്ടിയത് മുഴുവൻ മറഞ്ഞുപോയി. അങ്ങനെ നമ്മൾ അജ്ഞാനികളായി, സംസാരികളായി, ജനനമരണങ്ങൾക്ക് വിധേയരായി, പ്രാകൃതന്മാരായി, പ്രാപഞ്ചികന്മാരായി, വിദ്യ എന്നുള്ളത് വിട്ടിട്ട് അവിദ്യാവിനോദന്മാരായി. ആലോചിച്ച് നോക്കൂ. ഇതെല്ലാമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സുഹൃതിയായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ഏതൊരു അനുഭൂതിയാണോ, ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതിയാണോ തൻ്റെ ഗർഭാവസ്ഥയിൽ
ആ ഗസ്റ്റേഷൻ പീരീഡിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ച് അനുഭവിച്ചത്, അതിങ്ങനെ തുടർന്നന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസുവായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവാണിപ്പോൾ യോഗ്യതയോടുകൂടി കേൾക്കാൻ കുത്തിയിരിക്കുന്ന 7 ദിവസമേ ഉള്ളൂ, സാരമില്ല. അപ്പോൾ വെറും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നേടാൻ സാധിക്കുന്ന മുക്തി എന്ന് പറയുന്ന പദമാണ് ഇവിടെ വാസ്തവത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് മുക്തി നേടാൻ. അപ്പോൾ സപ്താഹം അത്തരത്തിലാണ് ഉണ്ടായത്. ആദ്യത്തെ അവതരണമാണല്ലോ ഇത്. വേദവ്യാസൻ എഴുതി പിടിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ധ്യാനമുഖരത്തിൽ കണ്ട പ്രകൃതി പുരുഷന്മാരെ നിത്യാനിത്യ വിവേകമെന്ന് പറയുന്ന ചിന്തയോടുകൂടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് മായയെ തരണം ചെയ്യാനോ അതിനെ തരണം ചെയ്തുകൊണ്ട് പുരുഷനെ അല്ലെങ്കിൽ ഈശ്വരനെ ദർശിക്കാനുമുള്ളൊരു വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചതാണല്ലോ ഈ പറയുന്ന ഭാഗവത വിദ്യ. ഈ ഭാഗവത വിദ്യ അവതരിപ്പിക്കുന്നത് വേദവ്യാസന്റെ സന്തതിയായിരിക്കുന്ന ശുഖബ്രഹ്മമാണ്. ബ്രഹ്മത്തിനെ സാധിക്കൂ എന്ന്. അപ്പോൾ അത്തരത്തിൽ ഈ 7 ദിവസക്കാലം കുത്തിയിരുന്ന് പറയാൻ തയ്യാറെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അവതരിച്ച് ആ ശുഖബ്രഹ്മം 7 ദിവസം കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. മുക്തിപദം അലങ്കരിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷിത് മഹാരാജാവ്. 7 ദിവസം മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ള ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അത് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷത്തെ, പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷത്തെ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ജിജ്ഞാസുവായിട്ടിരിക്കുന്ന പരീക്ഷിത് എത്രമാത്രം ശ്രദ്ധാലുവാണ്, ജിജ്ഞാസുവാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജിജ്ഞാസുവാണെങ്കിൽ നചികേതസിനെ പോലെ ബ്രഹ്മവിദ്യ കൈകാര്യം ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത്തരത്തിൽ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന പരീക്ഷത്തും തെക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്ന ശുഖബ്രഹ്മവും അവരിങ്ങനെ പരസ്പരം അഭിമുഖരായപ്പോൾ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടന്ന് നമ്മൾ വായിച്ചു നിർത്തിയത് വരിയാൻ യേഷ തേ പ്രശ്ന കൃതോ ലോകഹിതം നൃപ ആത്മാവിൽ സമ്മത പുംസാം ശ്രോതവ്യാദിഷു യത്പര. കേൾക്കേണ്ട മുതൽ, എന്താണ് കേൾക്കേണ്ടത് എന്നത് മുതൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരമമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന സംഗതികളൊക്കെ ചോദിച്ച നിന്റെ പ്രശ്നം, നിൻ്റേതായിട്ടുള്ള ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രേഷ്ഠം. നീ ചോദിച്ചതെല്ലാം തന്നെ വളരെ ഉത്തമം എന്ന് ചുരുക്കം. വരിയാൻ, അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. ജകാരം കൊണ്ട് ജന്മത്തെ സംബന്ധിച്ചും സംസാരത്തെ സംബന്ധിച്ചും സൂചിപ്പിച്ച് തുടങ്ങിയ ഭാഗവതം സംസാര നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം എന്ത് എന്നിങ്ങനെ പ്രതിപാദിച്ചുകൊണ്ട് ദ്വിതീയ സ്കന്ധം തുടങ്ങിയാണ്. ശുഖബ്രഹ്മം എത്തിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ആവിഷ്കരണം എന്ന് പറയുന്ന ഈ ഭാഗവതത്തിലെ 7 ദിവസക്കാലം കൊണ്ട് എങ്ങനെയാണ് ഈ ഭാഗവത വിദ്യ അവതരിപ്പിച്ചത്, അതാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്ന 7 ദിവസക്കാലം. ആ 7 ദിവസക്കാലം എന്ന് പറയുന്ന ഭാഗവത ഭാഷയിൽ ജ്ഞാനത്തിൻ്റെ സോപാനങ്ങളാണ്. മറക്കാതിരിക്കുക, അതിനെ അടിച്ചുറപ്പിച്ച് അടിയുറച്ച് അത്തരത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധാലുക്കളാകുക. ആദ്യത്തെ ദിവസം ശുഭേച്ഛയാണ്. ശുഭേച്ഛ എന്ന് പറയുന്നതും വിചാരണ എന്ന് പറയുന്നതും നമ്മൾ അന്യത്ര ആ 7 കാര്യങ്ങളെപ്പറ്റി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയുണ്ടായി. അത് വീണ്ടും നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവരണം. ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥ അഭാവിനി, അത് കഴിഞ്ഞിട്ട് തുരീയ. അപ്പം ഈ പറയുന്നത് ഈ ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവിനി, തുരീയ, 7ാമത്തെ തുരീയ. തുരീയ പദം അലങ്കരിക്കലാണ് ജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റത്തെ സോപാനമെന്ന് വന്നു. പരമമായിരിക്കുന്ന ഈ ജ്ഞാനസോപാനം തുരീയ എന്ന് പറയുന്ന ചതുരീയ, അത് ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ കിട്ടുന്നത് മാത്രമാണ്. ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ച് താൻ ആത്മാവാണെന്നുള്ള ബോധതലം ഉണർത്തിക്കൊണ്ടുവരലാണ്. അല്ലാതെ ആത്മാവിനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടിയാണെന്ന് പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ക്ഷേത്രങ്ങളിൽ പോയി തലയിട്ട് തല്ലി അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു മുമുക്ഷു എന്നുള്ള മട്ടിലേക്ക് നമ്മൾ വരുന്നില്ല. ആരാണാവോ മുമുക്ഷു? മോക്ഷത്തിന് അത്യാർത്തി കൊണ്ടവൻ, അല്ലെങ്കിൽ ജിജ്ഞാസുവായിരിക്കുന്നവൻ, മോക്ഷം വേണമെന്ന് അത്രമാത്രം താല്പര്യമുള്ളവൻ, അതാണ് മുമുക്ഷു. ഒരു മുമുക്ഷുവായിട്ടുള്ള വ്യക്തി തെക്കോട്ടേക്കും വടക്കോട്ടേക്കും ഇങ്ങനെ ആലപാഞ്ഞ് നടക്കുന്ന രീതിയില്ല. അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് നേടും മോക്ഷം. ഇവിടെ ഈ അടുത്തയിടെ പല പല പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. വളരെയേറെ ധനാഢ്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശബരിമല ക്ഷേത്രം ഈ സ്വർണം പൂശി കളഞ്ഞത്. ഞാൻ പലപ്പോഴും പ്രയോഗിക്കുന്ന സ്വർണം പൂശി കളഞ്ഞു എന്ന് തന്നെ. ഇനിയിപ്പോൾ അടുത്തൊരു മഹത് വ്യക്തി അദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയപ്പോൾ ചോറ്റാനിക്കരമ്മയെ സ്വർണം പൂശി കളയാൻ പോവുകയാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും കയ്യിൽ ധനം ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാതെ ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്താ ലക്ഷ്യമാവോ? അവിടെയും മുമുക്ഷുവാകാനും നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാനിരിക്കുന്ന ദേവഹൂതിയുടെ കഥയിൽ അല്ലെങ്കിൽ ഈ കപിലവാസുദേവൻ്റെ അവതാര സമയത്തെല്ലാം തന്നെ ഒരു മുമുക്ഷു എങ്ങനെയാണ് മുമുക്ഷു ആയിത്തീർന്ന് മോക്ഷത്തെ പ്രാപിക്കേണ്ടത് എന്ന് പഠിക്കും.
അവിടെയെല്ലാം തന്നെ നമ്മുടെ ധനാഢ്യത അതെല്ലാം തന്നെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയല്ല ഈ ജീവിതം. അതെല്ലാം തന്നെ ചെയ്യുമ്പോഴും നമ്മൾ കുചേലനെ പോലെ ഇരിക്കുക എന്നുള്ളത് ഭാഗവതത്തിൻ്റെ രീതിയാണ്. കുചേലനെ പോലെ 7 നില മാളിക ഉണ്ടായാലും ഇല്ലെങ്കിലും കുചേലന് ഒരേ ഒരു മനോഭാവം മാത്രമാണ്. ഇതാണ് വാസ്തവത്തിൽ ചിന്തിക്കേണ്ട വിഷയം. അപ്പം ഇവിടെയും വരീയാന്വേഷതേ പ്രശ്ന ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ശ്രേഷ്ഠമാണ്. മരിക്കാൻ പോകുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്? ഇനി മരിക്കാൻ പോകുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടോ? നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എന്ന് മരിക്കുമെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് എന്നാണാവോ മരിക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഭാഗവത കീർത്തനത്തിൽ കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും മരണം വരും ഇനി എന്ന് നിനച്ചിഹമരുക സതതം നാരായണ ജയ എന്ന് പാടിയത്. നിശ്ചയമില്ല. അപ്പം എപ്പോഴാ മരിക്കുക എന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് 7 ദിവസക്കാലം നിശ്ചയിച്ച് കിട്ടിയ പരീക്ഷിത് മഹാരാജാവ് മഹാഭാഗ്യവാൻ. നേരെ വെച്ച് നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ ഹതഭാഗ്യന്മാരാണ്. നമുക്കറിയില്ല. നമ്മളിങ്ങനെ ചക്ഷുശ്രവണകളസ്തമം ദർദരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ മരണപത്രത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ജീവൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ അതുവിധമെല്ലാം തന്നെ നേടാൻ വേണ്ടിയിട്ട്. പരീക്ഷത്ത് എത്രമാത്രം വ്യത്യസ്തമെന്ന് നോക്കൂ. ആ 7 ദിവസക്കാലം അവശേഷിച്ചിരിക്കുന്ന വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചോദ്യമെല്ലാം തന്നെ വളരെ ശ്രേഷ്ഠം. വലിയ അന്വേഷത്തെ പ്രശ്ന. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയാൻ തയ്യാറെടുത്തിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനോട് ഉത്തരം പറയാൻ കാത്തിരിക്കുന്ന സാക്ഷാൽ ശുഖബ്രഹ്മം വേദവ്യാസ സന്തതി അദ്ദേഹവും 7 ദിവസം കൊണ്ട് ഇരിക്കാൻ പോവുക. അപ്പോൾ രാപകൽ വ്യത്യാസമില്ലാതെ രാത്രിയും പകലും ഒക്കെ ഒരേപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് പകല് മുഴുവൻ ഭാഗവതം പറഞ്ഞു കൊടുക്കുക, രാത്രിയെല്ലാം തന്നെ നിശ്ചേഷ്ടരായിട്ട് മന്നം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഭാഗവത സമ്പ്രദായം. പകൽ സമയം ഭാഗവതത്തിൻ്റെ വിദ്യ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്ത് രാത്രി അത് കേട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രോതാവ് മനനം ചെയ്ത് അരക്കിട്ടുറപ്പിക്കുക. ആ സമയത്ത് ധ്യാനനിഷ്ഠനായിട്ട് ബ്രഹ്മപദവി അലങ്കരിക്കുന്ന ശുഖബ്രഹ്മം ഇരിക്കുക. അവിടുന്ന് എണീറ്റ് പോകുന്നില്ല. നമ്മുടെ രീതിയല്ല. നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന സമ്പ്രദായമല്ല. കലികാല മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരോ രീതിയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടും. അതെല്ലാമാണ് ഭാഗവതധർമ്മം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഭാഗവതധർമ്മം ശ്രോതാവ് വന്നിരുന്നാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല. വക്താവ് പിന്നാലെ വന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ അയാളോടെ ഒന്ന് എഴുന്നേക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കാവൂ എന്ന് പറഞ്ഞാൽ 7ാമത്തെ ദിവസം എഴുന്നേക്കാമെന്നല്ല, ശ്രോതാവിന് മുക്തി കൊടുത്തിട്ട് എഴുന്നേൽക്കാമെന്നാണ്. മുക്തി കൊടുക്കാനുള്ള കഴിവ് ആർക്ക് വേണം? വക്താവിന്. മുക്തി കൊടുക്കാനും എടുക്കാനും കഴിവില്ലാത്ത ഇന്ന് നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള ഈ ആചാര്യന്മാർ അവർ വാസ്തവത്തിൽ മുക്തി എടുക്കാനും കഴിവുള്ളവരല്ല, കൊടുക്കാനും കഴിവുള്ളവരല്ല, വെറുതെ പാഴാക്കി കളയുകയാണ് അനേകം സപ്താഹങ്ങൾ നടത്തിക്കൊണ്ട്. ഇതെല്ലാം തന്നെ ആമുഖമായിട്ട് നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ചോദ്യം വളരെ ശ്രേഷ്ഠം. മരണമടുത്തിരിക്കുന്നവൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നവയായിരിക്കണം എന്നുകൂടി വ്യക്തത. അത് പിന്നാലെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. ഒരു 2-3 ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ട് തസ്മാത് ഭാരത അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് കൗന്ദേയ എന്നെല്ലാം തന്നെ പറയുന്ന പോലെ തന്നെ ഇവിടെ വാസ്തവത്തിൽ ഈ പറയുന്ന പരീക്ഷിത്ത് അദ്ദേഹത്തെ ഭാരത എന്ന് പറഞ്ഞു. അപ്പോൾ ഭാരതപുത്രനാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠമതിയായിട്ടുള്ള പാണ്ഡവന്മാരുടെ സന്തതിയാണ്, പരമ്പരയാണ്. സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി. എല്ലാ തരത്തിലും ഈശ്വരനായിരിക്കുന്ന ഹരിയാണ് ശ്രോതവ്യൻ. കേൾക്കേണ്ടത് ആരെ എന്ന് ചോദിച്ചാൽ ഹരിയെപ്പറ്റി മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ ശ്രോതവ്യോ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച യച്ഛതാഭയം. സ്മരിക്കേണ്ടതും അദ്ദേഹത്തെ, കീർത്തിക്കേണ്ടതും അദ്ദേഹത്തെ, കേൾക്കേണ്ടതും അദ്ദേഹത്തെ മാത്രം. യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമാന്ന് എഴുത്തച്ഛൻ എഴുതുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈശ്വരോന്മുഖമായിരിക്കണം എന്നാണ് സൂചന. നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും ഈശ്വരൻ വാസുദേവൻ അകത്ത് കുടികൊണ്ട് ഞാൻ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുന്നു അല്ലെങ്കിൽ കഴിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ വേണം ആഹാരം കഴിക്കാൻ. അപ്പോൾ ചപ്പ് ചവറൊന്നും നമ്മൾ വെട്ടി വീഴുകയില്ല. അവിടെ നിവേദ്യത്തിന് സദൃശമായിരിക്കുന്ന ശുദ്ധാന്നം മാത്രമേ കഴിക്കുകയുള്ളൂ. ആലോചിച്ചു നോക്കൂ. എൻ്റെ ഉള്ളിൽ വൈശ്വാനരനായിട്ട് വർത്തിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ അദ്ദേഹത്തിന് നിവേദ്യം അർപ്പിക്കുന്ന രീതിയിൽ ആഹാരാദി കാര്യങ്ങൾ ചെയ്യുമ്പോഴും മന്ത്രജപത്തോടുകൂടി ധ്യാനത്തോടുകൂടി യോഗത്തോടുകൂടി ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുമ്പോഴും ഭാര്യാഭർത്തൃബന്ധത്തിൽ പോലും വാസ്തവത്തിൽ മ്ലേച്ഛതയില്ലാതെ വരും. അത് നീചമോ നികൃഷ്ടമോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറും. നോക്കൂ, ആലോചിച്ച് നോക്കൂ. എല്ലാം ഈശ്വരൻ, എല്ലായിടത്തും ഈശ്വരൻ. അങ്ങനെ എല്ലാ തരത്തിലും ഈശ്വരനെ ആരാധിക്കുന്ന പ്രവൃത്തികളായിട്ട് പരിണമിച്ചാൽ അതാണ് വാസ്തവത്തിൽ കേൾക്കേണ്ടതാരെ ശ്രോതവ്യനായിട്ടുള്ളത് ഹരി,
കീർത്തിക്കേണ്ടതാര് അത് ഹരിയെ, ഓർക്കേണ്ടതാര് ഹരിയെ സദാ സർവത്ര സർവദാ. എത്ര ഉത്കൃഷ്ടമായിരിക്കുന്ന പറച്ചിൽ. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച യച്ഛതാ ഭയം. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ കേൾക്കേണ്ടത്, അതുപോലെ തന്നെ ധരിക്കേണ്ടത്, ഓർക്കേണ്ടത്, ജപിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് മുഴുവൻ ഹരിയെ വിട്ടിട്ട് മറ്റു യാതൊന്നുമില്ല എന്ന്, ഈശ്വരനെ വിട്ടിട്ട് മറ്റു യാതൊന്നും ചെയ്യാനില്ല എന്ന്. ഇത് വളരെ ആമുഖമായിട്ട് നമ്മൾ ഉറപ്പിക്കണം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ എല്ലാ തരത്തിലും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ആകണം. ചുരുക്കി പറഞ്ഞാൽ എപ്രകാരമാണോ ഈ മനു എന്ന് പറയുന്ന ആദിമനു, സ്വയംഭോ മനു, അദ്ദേഹത്തിൻ്റെ പെൺ സന്തതി എന്ന് പറയുന്ന എല്ലാം തന്നെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ദേവഹൂതി എന്ന് പറയുന്ന ആ സ്ത്രീരത്നത്തെ പോലെ നമ്മൾ എല്ലാവരും തന്നെ ദേവനെ ആഹൂതി ചെയ്തുകൊണ്ട് സകലതും ചെയ്യുക. സർവം നാരായണായേ സമർപ്പയാമി എന്നുള്ള മട്ടിലേക്ക് വരണമെന്ന് ഭാഗവതം പറയാൻ കാരണം അതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ കർത്തൃത്വബോധമില്ലാതെ, അപ്പോൾ ഭോക്തൃത്വബോധവും നമ്മളെ തിണ്ടാതെ നമ്മളെല്ലാം തന്നെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക. ആ രീതിയിലേക്ക് വരുമ്പോൾ ഭാഗവത ധർമ്മമായി, ഭാഗവതത്തിൻ്റെ വിദ്യയായി. ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ദ്വിതീയ സ്കന്ധത്തിലെ പ്രഥമ അധ്യായത്തിൽ ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. എന്ത് ചെയ്യണം പരീക്ഷത്തെ? അങ്ങ് ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയധ്യ. അപ്പോൾ ഈ എല്ലാ തരത്തിലും നീ നിന്റെ മനസ്സിനെ എവിടെ കൊളുത്തി വയ്ക്കണം? സ്ഥൂലമായിരിക്കുന്ന ഭഗവത് രൂപത്തിൽ ഈ മനസ്സിനെ തറപ്പിച്ചു വയ്ക്കണം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു തുടക്കക്കാരൻ എന്ന് പറയാം, ഒരാരംഭത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മമായിരിക്കുന്ന ഈശ്വരഭാവം അതേപടി സ്വീകരിക്കാനോ അതെല്ലാം തന്നെ അനുധാവനം ചെയ്യാനോ സാധിക്കുകയില്ല. ഈശ്വരൻ രൂപമില്ലാത്തവനാണ്, അരൂപിയാണ്, സർവവ്യാപിയാണ്, ഓങ്കാര സ്വരൂപനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ഇട്ടുകൊടുത്താൽ നമ്മളെല്ലാവരും തന്നെ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആയിപ്പോയിട്ട് ലക്ഷ്യം പ്രാപിക്കാതെ നമ്മളിങ്ങനെ വീണ്ടും ജനിച്ചും മരിച്ചും കാലം കഴിച്ചു കൂട്ടേണ്ടി വരും. അതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടതല്ല. അഷ്ടാവക്ര ഗീതയായാലും ഗീതയായാലും മറ്റിതര ശ്രേഷ്ഠ വേദാന്ത പ്രകരണങ്ങളായാലും അവയെല്ലാം തന്നെ ചെറുപ്പത്തിലെ വായിച്ച് പഠിക്കുന്നതല്ലാണ്. പക്ഷേ മനനം ചെയ്ത് ഉറപ്പിക്കൽ അസാധ്യമാണ്. കാരണം എന്താ? അതെല്ലാം തന്നെ പതുക്കെ പതുക്കെ മനസ്സിന് പക്വതയും പാകതയും വന്ന് ബുദ്ധിയെല്ലാം തന്നെ വികസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളാനുള്ള സംഗതികൾ ഈശ്വരനാണ്, ഞാനീശ്വരനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ വേദാന്തത്തിൻ്റെ ഭാഷയെല്ലാം തന്നെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ളൊരു യോഗ്യത, അതിനുള്ളൊരു പാകത, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ അതിനുള്ള യോഗ്യത കിട്ടിയിട്ടുള്ള 66 വയസ്സുകാരനാണ് മുൻപിലിരിക്കുന്നത്. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം കൊച്ചുകുട്ടികളും ഇറങ്ങിത്തിരിക്കും, ഭഗവത്ഗീത പഠിക്കും, അതിനുള്ള മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ പഠിക്കും, ആവർത്തിച്ച് ജപിക്കും, അല്ലെങ്കിൽ അതെല്ലാം തന്നെ കേൾപ്പിച്ച് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സമ്മാനത്തിനൊക്കെ അർഹരാകും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ വഴിതെറ്റിയും പോകുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള അബദ്ധസഞ്ചാരത്തിലേക്ക് പോകുന്നുണ്ട്. എന്താ കാരണം? ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കടുത്ത രീതിയിലും കാര്യങ്ങളുമെല്ലാം തന്നെ ഉൾക്കൊള്ളാനുള്ളൊരു പാകത വരാതെ ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ പറഞ്ഞാൽ, അപ്പം ഭാഗവതം ചെറുപ്പക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞ് സപ്താഹവേദിയിൽ നമ്മൾ സങ്കടം പറയാറുണ്ട്. ചെറുപ്പക്കാർ വന്നിരുന്നാൽ അത് കേൾക്കുന്നില്ല, അവരതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ് പതിവ് എന്ന് നമ്മൾ ഇങ്ങനെ ആരോപിക്കാറുണ്ട്. പക്ഷെ അവിടെയെല്ലാം തന്നെ ഒരു നഗ്ന സത്യം, ഒരു 66 വയസ്സുകാരനാണ് ആദ്യമായിട്ട് ഭാഗവതം കേൾക്കുന്നത്. പരീക്ഷത്തിൻ്റെ പ്രായമാണ്. 36 വയസ്സുള്ളപ്പോൾ ഭഗവാൻ തിരോധാനം ചെയ്തു, സദാമത്തെ പ്രാപിച്ചു. അതിനുശേഷം ഈ മഹാപ്രസ്ഥാനം നടത്തിയ ഈ പറയുന്ന മുൻഗാമികൾ അവർ പോയപ്പോൾ ഇദ്ദേഹത്തെ രാജ്യാഭിഷിക്തനാക്കി. അങ്ങനെ പരീക്ഷിത്ത് 36-ാമത്തെ വയസ്സിൽ രാജ്യഭാരമേറ്റിട്ട് കലിയെ ശാസിച്ച് 30 വർഷക്കാലം ഭരിച്ച് ഒടുവിൽ 66 വയസ്സായപ്പോഴേക്കാണ് ഈ പറയുന്ന ശമീകന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിട്ട് കൊണ്ട് ഒരു യോഗ്യത, മരിക്കാനുള്ള ദിവസം നിശ്ചയിച്ച് കിട്ടാനുള്ള ഒരു യോഗ്യത അദ്ദേഹത്തിന് പ്രാപിക്കാൻ കഴിഞ്ഞത്. ശമീകന്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ എടുത്തിടുക. ശമീകൻ എന്ന് പറയുന്ന പ്രതീകാത്മകമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ശമീകൻ ശമതമാദികൾ ശീലിച്ചിട്ടുള്ള ഒരു തപസ്യ, ആത്മസമ്പുഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥിതിയിലാണ് അദ്ദേഹം. ആത്മസമ്പുഷ്ടമാണ് അദ്ദേഹം. ശരീരമല്ല, ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള ആത്മഭാവം ആർജിച്ചുകൊണ്ട് സ്വപ്നസ്വരൂപമായിട്ടുള്ള ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യോഗീശ്വരന്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് ഈ ചത്തപാമ്പിനെ എടുത്ത് ഇടുന്ന പ്രാകൃതൻ. പരീക്ഷിത്ത് പ്രാകൃതനാണ്, നായാടി നടക്കുന്നവനാണ്. നായാട്ട് എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് മൃഗയാവിനോദം എന്നാണ് രാജാക്കന്മാർ, ക്ഷത്രിയന്മാരായതുകൊണ്ട് രാജാക്കന്മാർ ഇങ്ങനെ മൃഗയാവിനോദം നടത്തും, നായാട്ട് നടത്തും. അവിടെയുള്ള മാനുകളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് അതിൻ്റെ മാംസം ഭക്ഷിക്കും ക്ഷത്രിയർ. അത്തരത്തിലായിരുന്നു. പക്ഷേ ഈ മൃഗയാവിനോദത്തെയും നമ്മൾ കാണേണ്ടത് മറ്റൊരു രീതിയിലാണ് ഇവിടെ. അതുകൂടി സന്ദർഭവശാലം ഒന്ന് കേട്ടിട്ട് പോവുകയായിരിക്കും നല്ലത്.
ഇവിടെ നായാട്ട് നടത്തുന്ന ഈ പരീക്ഷിത് മഹാരാജാവ് 66ാമത്തെ വയസ്സ് പ്രാപിച്ചിരിക്കുന്ന ഈ വ്യക്തി, ചെറുപ്പം മുതലേ ഈശ്വര അന്വേഷിയായിരിക്കുന്ന ഈ വ്യക്തി കാടും പടലുമെല്ലാം തന്നെ വെട്ടിത്തെളിച്ച് മൃഗങ്ങളെ മുഴുവൻ ഇങ്ങനെ ഉന്മൂലനാശം നടത്തിക്കൊണ്ടുവരികയാണ്. കാട് എന്ന് പറഞ്ഞാൽ സംസാര അടവി എന്ന് പറയാം. അത് നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ ജഡഭരതന്റെ കഥ വായിക്കുമ്പോൾ സംസാരത്തെ കാടായിട്ട് വർണ്ണിക്കുന്നു. അപ്പോൾ ഈ കാട്ടിൽ ഉടനീളം ഇങ്ങനെ വേട്ടനായ്ക്കളെയും കൊണ്ട് അങ്ങനെ ആടിക്കൊണ്ട് ഇങ്ങനെ പോരുന്ന അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഒരു പള്ളിനായാട്ടാണ്. കേട്ടിട്ടുണ്ടോ ക്ഷേത്രങ്ങളിൽ പള്ളിനായാട്ട്? പള്ളിനായാട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പള്ളിനായാട്ട് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ നടത്തുമ്പോൾ 9ാമത്തെ അല്ലെങ്കിൽ വലിയ വിളക്ക് ദിവസം ആറാട്ടിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന പള്ളിനായാട്ട്. പള്ളിനായാട്ട് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കുറിപ്പ് കൊള്ളുകയാണ്. പള്ളിക്കുറിപ്പുകൾ ഉറങ്ങുക, ക്ഷീണം തീർക്കുകയാണ്. അങ്ങനെ ക്ഷീണം തീർത്തിട്ട് ഉറങ്ങുന്നത് കറ്റക്കിടാവിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അതിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഉണരുന്നത് ദേവൻ. അത് കഴിഞ്ഞിട്ടാണ് ആറാട്ടിനുള്ള പുറപ്പാട്. ഇതാണ് അവസാനത്തെ 2 ദിവസങ്ങൾ. ക്ഷേത്രോത്സവത്തിൻ്റെ രീതിയാണ്, തന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രോത്സവങ്ങൾ നടത്തുമ്പോൾ തന്ത്രരീതിയാണ് ചെയ്യുന്ന ചില പ്രവർത്തികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ പള്ളിനായാട്ട് എന്ന് പറയുമ്പോൾ പള്ളി എന്ന് പറയും ചേർക്കുന്ന അവിടെ രാജാവിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതയുള്ള നായാട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പള്ളിനായാട്ട് എന്ന് പറയുന്നത് ക്രൂരമൃഗങ്ങളെയും ദുഷ്ടമൃഗങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഉന്മൂലനാശനം വരുത്തുന്ന രീതിയാണ്. ആരാണാവോ ഈ ക്രൂരമൃഗങ്ങളും ദുഷ്ടമൃഗങ്ങളും നമ്മളുടെ ദുർവാസനകളാണ്. അവളൊരു മനുഷ്യ ശരീരം ഉണ്ടായ ആ കാലം മുതൽ നമ്മളെ ഭരിക്കുന്ന ആ വന്യമായിട്ടുള്ള പ്രകൃതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വന്യമായ, അപ്പോൾ കാട് പിടിച്ച രീതിയിലേക്ക് നമ്മളെ നയിക്കുന്ന, ഇരുട്ട് ബാധിച്ച ഒരു പ്രദേശത്തിലൂടെ നമ്മളെ നയിക്കുന്ന ആ ദുഷ്ടമൃഗങ്ങളെ മുഴുവൻ വേട്ടയാടുന്ന രീതിയിലേക്കാണ് പള്ളിനായാട്ട്. നമ്മൾ വിചാരിക്കുന്ന ഇതിൽ കുറേ മൃഗങ്ങളെ വെറുതെ നിരപരാധികളെ അങ്ങനെ അമ്പ ചെയ്ത് കൊല്ലുക എന്നുള്ള രീതി തെറ്റിദ്ധരിക്കരുത്. അതെല്ലാം പിന്നാലെ അങ്ങനെ ആയിപ്പോയതാണ്. സത്യത്തിൽ ഇവിടെ ആ രാജശ്രേഷ്ഠൻ തൻ്റെ ഭരണകാലം അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് അറിയാം ഏതായാലും ഇനി അധികം നാളൊന്നും വേണ്ട. അതുകൊണ്ട് അദ്ദേഹം ഒരു പള്ളിനായാട്ട് നടത്തി ദുഷ്ടമൃഗങ്ങളെയെല്ലാം തന്നെ വേട്ടയാടി തൻ്റെ മനോവികാരങ്ങളെയും വിഷയവാസനകളെയും എല്ലാം തന്നെ ഇല്ലാതെയാക്കാനുള്ളൊരു നായാട്ടാണത്. അത് കഴിഞ്ഞാൽ ഇരുന്ന് ഉറങ്ങുന്നത് സമാധിയാണ്. അപ്പം ഈ പള്ളിനായാട്ട് എന്ന് പറയുന്ന ശരീരത്തിൽ പഞ്ചേന്ദ്രിയന്യമായിരിക്കുന്ന സകലതിനെയും നിശേഷം നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ നമുക്ക് ആസ്വദിക്കാവുന്ന ഒന്നാണ് സമാധി. ആ സമാധി ഇങ്ങനെ ഉണർന്നു കഴിയുമ്പോൾ പിന്നെ അഭിഷേകമാണ് നമ്മൾ. ആറാട്ട് എന്ന് പറയുന്ന അഭിഷേകം. ഈ ആറാട്ട് എന്ന് പറയുന്ന അഭിഷേകം മസ്തിഷ്കത്തിൽ നടക്കുന്ന ധാരയാണ്. മസ്തിഷ്കത്തിൽ നടക്കുന്ന ഈ ധാരയുടെ പ്രത്യേകത എന്താ? അനുഭൂതിയുടെ അങ്ങേയറ്റത്തൊരവസ്ഥയാണ്. അതിഹർഷം എന്ന് മറ്റൊരു രീതിയിൽ പറയാം. അപ്പോൾ എല്ലാ തരത്തിലും മസ്തിഷ്കത്തിൽ ഇങ്ങനെ ആറാട്ട് നടത്തിക്കൊണ്ട് കുളിച്ച് അതിൽ തന്നെ ആവഗ്നമായിട്ട് ആനന്ദത്തിൽ ആറാടുന്നൊരവസ്ഥ ഈശ്വരീയമായിട്ടുള്ള അനുഭൂതിയാണ്. സച്ചിദാനന്ദം എന്ന് പറയുന്ന പരമ പദവിയാണ്. അപ്പം എന്താ ചെയ്തത്? നായാട്ട് നടത്തിക്കൊണ്ട് ദുഷ്ടമൃഗങ്ങളെ നിഹനിക്കുന്ന രീതിയിലേക്ക് ശാരീരികമായിട്ടുള്ള എല്ലാ വാസനകളെയും ഗ്രന്ഥികളെയും അതുപോലെ ദുഷ്ടജാതികളായിരിക്കുന്ന ഈ വികാരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈരികളെയോ എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് സ്വസ്ഥനായിട്ട് സമാധി അടഞ്ഞ് ആ സമാധിയിൽ ഉരുത്തിരിയുന്ന അമൃതത്തിൻ്റെ വർഷം ആസ്വദിക്കുക. ഇതാണ് ആറാട്ടും പള്ളി നായാട്ടും പള്ളിക്കുറുപ്പും പള്ളി ഉണർത്തലും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയും പരീക്ഷിത്ത് എന്ന് പറയുന്ന മഹാരാജാവ് അതിന് യോഗ്യനാണ്. കാരണം എന്താ? ഈശ്വരദർശിയാണ്. ഗർഭസ്ഥനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് പിന്നാലെ ഭഗവാനെ അന്വേഷിക്കാനുള്ളൊരു ത്വര, ആ ടെൻഡൻസിയെല്ലാം തന്നെ വച്ചു പുലർത്തുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒടുവിൽ സ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വസ്ഥനാണ്. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത അദ്ദേഹത്തെ തീണ്ടിയിട്ടില്ല. മകനെ വിളിച്ച് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ഓടാൻ വ്യഗ്രത കാട്ടുന്ന ഇന്നത്തെ ആൾക്കാർക്ക് തുല്യമല്ല എന്ന് വിൽപത്രം എഴുതി കൊടുത്തിട്ട് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും മാറ്റി എഴുതുന്ന സമ്പ്രദായക്കാരനല്ല. അപ്പോൾ അതേ രീതിയിൽ ഇങ്ങനെ വിട്ടുകളഞ്ഞത്, ഉപേക്ഷിച്ചത്, ത്യജിച്ചതെല്ലാം തന്നെ വീണ്ടും എടുക്കാൻ യാതൊരു താല്പര്യമില്ലാതെ ഗംഗയുടെ തീരത്ത് വന്നിരുന്നു കൊണ്ട് അവിടെ ആനന്ദത്തിൽ ആറാടാൻ അത്തരത്തിൽ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ആനന്ദധാര, അമൃതധാര, അല്ലെങ്കിൽ തുരീയാവസ്ഥ, പീയൂഷധാര, സുധാസിന്ധുവിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുന്ന ആറാട്ട്, ഇതെല്ലാം തന്നെ നടത്താൻ വേണ്ടിയിരിക്കുന്ന അദ്ദേഹത്തോട് എന്താണ് ഈ പറയുന്ന പരീക്ഷിത്ത് പറയുന്നത് നോക്കൂ. ജിതാസനോ. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഒരു ആസനം, കുത്തിയിരിക്കാനുള്ളൊരു വ്യഗ്രത, സ്വസ്ഥമായിട്ടിരിക്കാനുള്ളൊരു കഴിവ് അതുണ്ടാക്കിയെടുക്കേണ്ടല്ലോ. തീർച്ചയായിട്ടും അതുണ്ടാക്കിയെടുത്തേ മതിയാവും. മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത്. ചത്തപാമ്പിനെ അല്ലാതെ വേറൊന്നിനെയും കണ്ടില്ലേ ഇദ്ദേഹത്തിന് തോണ്ടി ഈ ശമീകൻ്റെ കഴുത്തിലിടാൻ? ശമീകനെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു ആവോ? ആത്മബോധത്തിൻ്റെ അല്ലെങ്കിൽ ആത്മഭാവത്തിൻ്റെ
ഒരു പ്രത്യേക ഭാവം അവിടെ സംജാതമായിട്ട് സമാധിസ്ഥനാണ്. പറഞ്ഞിട്ടും അല്ലെങ്കിൽ ചോദിച്ചിട്ടും കേൾക്കാതിരിക്കുന്നൊരവസ്ഥയാണ്. പ്രാപഞ്ചികത മുഴുവൻ വാസ്തവത്തിൽ ഇല്ലാതെ ആധ്യാത്മികത മുറ്റി നിൽക്കുന്നൊരവസ്ഥയാണ്. ശരീരബോധമില്ലാതെ ആത്മഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന രീതിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെ ഇരിക്കുന്ന ഈ ശുഖബ്രഹ്മത്തിൻ്റെ പരീക്ഷിത മഹാരാജാവ് കഴുത്തിൽ ചത്തപാമ്പിനെ എടുത്തിട്ടത് ഈ പറയുന്ന ശമീകന്റെ കഴുത്തിലാണ്. ആലോചിച്ച് നോക്കൂ, ശമീകൻ. അപ്പോൾ ഈ ശമീകൻ എന്ന് പറഞ്ഞ ശമം ശീലിച്ചിട്ടുള്ള ശാന്തിയും സമാധാനവും ഇത്തരത്തിലെല്ലാം തന്നെ നേടിയിട്ടുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ സ്വസ്ഥനാണ്, ശാന്തനാണ്, ശുദ്ധനാണ്. അന്ധകരണമെല്ലാം തന്നെ നിർലയനമാക്കിക്കൊണ്ട് ആത്മഭാവത്തെ ആസ്വദിക്കുന്നവന്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് ഈ പാമ്പിനെ എടുത്തിട്ടത്. കഴുത്തിൽ പാമ്പിനെ എടുത്തിടുക എന്നുള്ളത് പ്രാപഞ്ചികത. അപ്പം ആ പാമ്പ് എന്ന് പറയുന്ന തികച്ചും പ്രാപഞ്ചികതയുടെ പ്രതീകം അത് ആധ്യാത്മികതയുടെ കഴുത്തിലെടുത്തിടുക. കഴുത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധി അക്രത്തിൻ്റെ സങ്കേതവും. അപ്പം അവിടെയും വളരെ ഉത്കൃഷ്ടനായിരിക്കുന്ന ഒരു വ്യക്തി, തേജസ്വിയായിരിക്കുന്ന പരീക്ഷിത മഹാരാജാവ് ആത്മീയമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് കടക്കുന്നതിന് തടസ്സമായിട്ടിരിക്കുന്ന ഒരു പാമ്പിനെയാണ് തോണ്ടി ഈ കഴുത്തിലിട്ടത്. അപ്പോൾ എല്ലാ തരത്തിലും കഴുത്തിൽ ഈ പാമ്പിനെയും വെച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അച്ഛനെ കണ്ടിട്ടാണ് ശാപമെല്ലാം തന്നെ ഏകുന്നത്. ആ ശാപം കിട്ടിയ 7 ദിവസക്കാലം ഉടനെ തന്നെ തക്ഷകം കടിക്കാൻ പറഞ്ഞാലും കടിച്ചേനെ. പക്ഷെ അതൊന്നും ചെയ്യാതെ 7 ദിവസക്കാലം അവധി കൊടുത്ത എന്താ ഈ പറയുന്ന പ്രാപഞ്ചികതയുടെ പ്രതീകമായിരിക്കുന്ന സർപ്പത്തെ, ആ കുണ്ടല്ലി എന്ന് പറയുന്ന യോഗവിദ്യയിൽ നമ്മൾ പറഞ്ഞു കേൾക്കാനിരിക്കുന്ന ആ സർപ്പത്തെ അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ഇതാ നിനക്കൊരു 7 ദിവസം സമയം തരാം. ആലോചിച്ചു നോക്കൂ, ഒരു സമയം കൊടുക്കലാണ്. അപ്പോൾ നിനക്ക് നിഷ്ഠയോടും വളരെ കൃത്യതയോടും കൂടി എപ്രകാരം ഈ പാമ്പിനെ മെരുക്കിയെടുക്കാം. പ്രാപഞ്ചികത എന്ന് പറയുന്ന പാമ്പിനെ നിങ്ങൾ വാസ്തവത്തിൽ മെരുക്കിയെടുത്തുകൊണ്ട് അതിനെ ഉത്കൃഷ്ട സ്ഥാനത്തേക്ക് എങ്ങനെ നയിക്കാം, ആ വിഷയം നമുക്കത് പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷത്തിനോട് മറുപടി പറയുന്ന ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്ന ജിതാസനോ. ആസനം എന്ന് പറയുന്ന യോഗവിദ്യയിലെ ആദ്യത്തെ സ്റ്റേജാണ് ആസനം ഉറപ്പിക്കുക. പക്ഷെ അതിനു മുമ്പ് ഈ അഷ്ടാംഗയോഗത്തിൽ യമം നിയമം ആസനം എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ യമം നിയമം എന്ന് പറയുന്ന 2 സംഗതികൾ ഉണ്ടായെങ്കിലേ ആസനത്തിൽ ഇരിക്കാൻ പറ്റൂ. അഷ്ടാംഗയോഗത്തിൽ യമം നിയമം എന്ന് പറയുന്ന ദിനചര്യയിലുള്ള ആ ക്രമപ്പെടുത്തലാണ്. നമ്മൾ ആഹാരം കഴിക്കുന്നതും സഞ്ചരിക്കുന്നതും ചരിക്കുന്നതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പല പല കാര്യങ്ങൾ ചെയ്യുന്നതും. അസ്ഥേയമെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അഹിംസ ഇതിൻ്റെ ഭാഗമാണ്. അപരിഗ്രഹം ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ തരത്തിലും വളരെയേറെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ഈശ്വരോന്മുഖമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴാണ് യമനിയമങ്ങൾ സാധിച്ചു എന്ന് പറയുക. യമം സാധിച്ചവനാണ് യമൻ. യമം സാധിച്ചവൻ യമൻ. എന്താ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര്? സംയമനി. അപ്പോൾ യമം ശീലിച്ചവൻ യമൻ, സംയമനം ശീലിച്ചവൻ. അതുകൊണ്ട് യമൻ്റെ വീടിൻ്റെ പേര് സംയമനി. തെക്ക്. എന്തുകൊണ്ട് തെക്കായി എന്ന് ചോദിച്ചാൽ തെക്കോട്ടേക്കാണ് നമ്മൾ മരിക്കുമ്പോൾ പോകുന്നത് എന്നൊരു കാഴ്ചപ്പാട്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ അധിപതിയായിരിക്കുന്ന ദിക്കിൻ്റെ ഉടമയായിരിക്കുന്ന യമൻ എന്നുള്ള പേര് വരാൻ കാരണം സംയമനം ശീലിച്ചുകൊണ്ട് ചെല്ലുക. സംയമനം വളരെയേറെ നിയന്ത്രിതമായിരിക്കുന്ന മനസ്സും ബുദ്ധിയും ശരീരവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഉടമയായി തീരണമെങ്കിൽ എന്തു വേണം? യമനിയമാദികൾ ഉണ്ടായിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളെ പാകപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പിടിച്ച് തെക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത്. യമമില്ലാഞ്ഞിട്ട്, നിയമമില്ലാഞ്ഞിട്ട്, ചിട്ടവട്ടങ്ങളെല്ലാം തന്നെ ഇല്ലാതെ പോയിട്ട് തോന്യാസികളായിട്ട് ജീവിക്കുമ്പോൾ മരിച്ചതിന് ശേഷം സൂക്ഷ്മ ശരീരത്തെ പേറിക്കൊണ്ട് അദ്ദേഹം തെക്കോട്ടേക്ക് പോയി വരട്ടുകയും പുരട്ടുകയും അല്ലെങ്കിൽ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ ഉരുട്ടുകയും ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? വാസ്തവത്തിൽ പാകപ്പെടുത്താൻ, യമനിയമങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിച്ചു നോക്കൂ ഈ രീതിയിൽ. അപ്പോൾ എല്ലാ തരത്തിലും യമവും നിയമവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട 2 സംഗതികളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് ആസനത്തിലാണ്. അപ്പോൾ മൂന്നാമത് നമ്മൾ ആസനത്തിൽ സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് യമവും നിയമവും അനിവാര്യമാണ്. അത് മനസ്സിൽ വയ്ക്കുക. ജിതാസനോ. ഇനി രണ്ടാമത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ജിതശ്വാസോ. കുത്തിയിരിക്കാതെ നമ്മൾ ശ്വാസം എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? പ്രാണായാമാദികളെല്ലാം തന്നെ ചെയ്യുന്നത് ഇരുന്നതിന് ശേഷമാണ്. ഇരിക്കുക എന്ന് പറയുന്ന ആസനത്തിലാണ്. പ്രധാനപ്പെട്ട ആസനങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. പിന്നാലെ നമ്മൾ ഏകാദശസ്കന്ധത്തിലും എല്ലാം തന്നെ ഇത് വായിക്കാനിരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ആസനം എന്ന് പറയുന്നത് പത്മാസനമോ സിദ്ധാസനമോ ഇതരാസനമോ സ്വസ്ഥമായിട്ടിരിക്കുന്ന സുഖാസനങ്ങളിൽ ഒന്നിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വായുവിനെ നിയന്ത്രിക്കലാണ് വാസ്തവത്തിൽ അടുത്ത പടി പ്രാണായാമാദികൾ ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ജിതശ്വാസന്മാരായി. സനാതനധർമ്മത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ജിതശ്വാസനാകുക. ജിതാസനവും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ആസനസ്ഥരായിരിക്കണം. ഇരിക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെ ഇതെല്ലാം തന്നെ പഠിക്കും? നെട്ടോട്ടോ ഓടിക്കൊണ്ട് ആലപാഞ്ഞ് നടക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമകളായി തീർന്നാൽ ഇതൊന്നും സാധ്യമല്ല എന്ന് ചുരുക്കം. അപ്പോൾ ജിതാസനായിട്ട് ഒരിടത്ത് ഇരിക്കാൻ കഴിയണം. എന്നിട്ട്
വായുവിനെ നിയന്ത്രിക്കാൻ കഴിയണം, വായുവിനെ സ്വസ്ഥമാക്കിക്കൊണ്ട് തൻ്റെ കീഴിലാക്കാൻ കഴിയണം. ജിതശ്വാസോ. അപ്പം ജിതശ്വാസനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറണം. രണ്ടാമത് ചിന്തിക്കുക, ഈ പറയുന്ന വാക്കുകളെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. ഭാഗവത വിദ്യ. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ. സംഘങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഉപേക്ഷിക്കുക. പരീക്ഷത്തിനെ തന്നെ നോക്കിയാൽ മതി. അദ്ദേഹം സ്വസ്ഥനായിട്ട് ഇനി 7 ദിവസക്കാലം ഇരിക്കാൻ പോവുകയാണ്. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതെ ഇരിക്കാൻ പോവുകയാണ്. അതാണ് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കാൻ പോവുകയാണ്. അതാണ് ആ ഇരിപ്പ്. അപ്പോൾ ജിതാസനായിട്ട് നിർബന്ധമായിട്ട് ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കാൻ, ഈ പറയുന്ന ഗംഗയുടെ തീരത്ത് വടക്കോട്ടേക്ക് തിരിഞ്ഞ് ആ ദർഭാസനത്തിൽ ഇരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന അദ്ദേഹം ജിതാസനനാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് ശുഖബ്രഹ്മം ഇതെല്ലാം തന്നെ വീണ്ടും ഇദ്ദേഹത്തെ നിമിത്തമാക്കി പറയുന്നത്. ഏതായാലും ജിതശ്വാസോ, ശ്വാസത്തെ നിയന്ത്രിക്കുക സാധിച്ചവനാണ് ഇദ്ദേഹം. നായാട്ട് നടത്തി സകല ഈ പറയുന്ന ദുഷ്ട മൃഗങ്ങളെയെല്ലാം തന്നെ നായാട്ട് നടത്തി നിശേഷം നശിപ്പിച്ച് ശമീകന്റെ അടുത്ത് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ശമതമങ്ങൾ ശീലിച്ചവനാണ്. ഇതെല്ലാം തന്നെ ആ സിംബോളിക്കായിരിക്കുന്ന കഥാപാത്രങ്ങളെ വച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ. അപ്പോൾ പരീക്ഷത്ത് നിസാരക്കാരനായിട്ടുള്ളൊരു വ്യക്തിയല്ല. ശമീകരെ പോലുള്ള ഒരു ധന്യ വളരെയേറെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ സമീപം എത്തി എന്ന് പറഞ്ഞാൽ ശമതമങ്ങൾ ശീലിച്ച് സാധിച്ചു വന്നിരിക്കുക. ഓട്ടമെല്ലാം തന്നെ ഇനി അവസാനിപ്പിക്കേണ്ട സംഗതി മാത്രമേ ഉള്ളൂ. നായാട്ട് നടത്തി ഇങ്ങനെ ഓടുന്ന രീതികളെല്ലാം തന്നെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ജിതാസനനാകണം, ജിതശ്വാസനാകണം. കാരണം ഈ പറയുന്ന കുതിരപ്പുറത്ത് കയറി ആയുധങ്ങളുമെല്ലാം തന്നെ ധരിച്ചുകൊണ്ട് കാട്ടിൽ ഉടനീളം ഇങ്ങനെ പാഞ്ഞു നടന്ന് അത്തരത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ശ്വാസഗതിയെല്ലാം തന്നെ തോന്നിയ പോലെ ആയിപ്പോയത് കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ നിവൃത്തിയില്ല. ജിതശ്വാസനാകുക രണ്ടാമത്തെ കാര്യം. അങ്ങനെ സ്വസ്ഥമായിട്ട് കുത്തിയിരിക്കണം. എന്നിട്ട് ശ്വാസം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഘമെല്ലാം തന്നെ പോകും. നായാട്ടിന് പോയപ്പോൾ അധികം പേര് കൂടെ ഉണ്ടായിരുന്നു. കണ്ടമാനം പട്ടാളക്കാരും മറ്റും കൂടെ ഇങ്ങനെ അനുഗമിച്ചിരുന്നു. പക്ഷേ കാട്ടിലകപ്പെട്ട് ഒറ്റപ്പെട്ടു പോയി മറ്റവരെ ആരെയും കണ്ടില്ല. ഏകാഗിയായിട്ടാണ് ഒടുവിൽ ക്ഷീണിച്ച അവശരായി ദാഹാർത്തനായിട്ട് ശമീകന്റെ ആശ്രമത്തിൽ വന്ന് കയറുന്നത്. എല്ലാവരും പോയി. ഇത് സൂചിപ്പിക്കുന്നത് ഈ സംഗമം അല്ലെങ്കിൽ കൂട്ടുകെട്ട്, അത്തരത്തിലുള്ള ബന്ധങ്ങളും ഇതെല്ലാം തന്നെ വിച്ഛേദിക്കപ്പെട്ടു പെടണം. അങ്ങനെ ജിതാസനനാകണം, ജിതശ്വാസനാകണം, ജിതസംഗനാകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. ജിതേന്ദ്രിയനാകണം. അതിന് വേണ്ടിയിട്ടാണ് നായാട്ട്. അപ്പോൾ ഈ നായാട്ട് എന്ന് പറയുന്ന പ്രക്രിയ ദൈനംദിന ജീവിതത്തിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ജീവിതായോധനത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് ഒടുവിൽ വൈകുന്നേരമാകുമ്പോൾ ഒരു നായാട്ട് നടത്തി നമ്മുടെ ശരീരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളെയും സകല ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നിശേഷം നശിപ്പിച്ചു കഴിഞ്ഞാൽ നായാട്ട് നടത്തി. പിന്നത്തെ പ്രവൃത്തിയുടെ പേരെന്താ? പള്ളിക്കുറുപ്പ്. എന്താ ഈ പള്ളിക്കുറുപ്പ്? സമാധി. ഒരു തരത്തിലുള്ള സമാധിയാണ് ഈ ഉറക്കവും. അപ്പോൾ രണ്ടാമത് ഈ പറയുന്ന ഉറക്കം നടത്തി കഴിഞ്ഞാൽ ഉണരണ്ടേ? വെളുപ്പാങ്കാലത്ത് ഉണർന്നു കഴിഞ്ഞാൽ ദേവത ആരാധന അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്താ? അമൃതത്തിൻ്റെ ധാരയാണ്, അതായത് ആറാട്ട്. അപ്പം ഈ രീതിയിലെല്ലാം തന്നെ ചിന്തിച്ചുറപ്പിക്കണം നമ്മുടെ താന്ത്രിക വിദ്യകളും അത്തരത്തിലുള്ള പ്രവൃത്തികളും. ക്ഷേത്ര അന്തരീക്ഷവും ഇതെല്ലാം തന്നെ ആ രീതിയിൽ ചിന്തിക്കാതെ കുറേ ബാലെ നാടകം അത് ഇതൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ എന്തു പറ്റി ഹിന്ദുക്കൾ ഇങ്ങനെ കാട് കയറി ലക്ഷങ്ങൾ ചെലവഴിച്ച് നശിച്ചവരായിട്ട് മാറി. ഇതാണ് ഉണ്ടായത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ജിതാസനോ, ജിതശ്വാസോ, ജിതസംഗോ, ജിതേന്ദ്രിയ, ഈ 4 കൂട്ടം കാര്യങ്ങളാണ് ഉറപ്പിക്കുന്നത്. എന്നിട്ടെന്ത് വേണം? ഇവിടെ പറയുകയാണ്, സ്ഥൂലേ ഭഗവതോ രൂപേ, ഈശ്വരന്റെ സ്ഥൂലമായിരിക്കുന്ന രൂപത്തിൽ മനസ്സന്ധാരയെ ധിയ, മനസ്സിനെ സന്ധിപ്പിക്കണം. എവിടെ സന്ധിപ്പിക്കണം? നമ്മുടെ ബുദ്ധിയും മനസ്സുമെല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ട് അതിനെ ഭഗവാന്റെ ഈശ്വരന്റെ സ്ഥൂല ശരീരത്തിൽ സ്ഥൂലമായിരിക്കുന്ന ഭാവത്തിൽ പ്രതിഷ്ഠിക്കണം. ഇത് ആദ്യത്തെ പടിയാണ്. നമ്മളെല്ലാവരും തന്നെ ഉപാസന എന്ന് പറയും തുടങ്ങുന്നത് സ്ഥൂല വിഗ്രഹത്തെ ഉപാസിച്ചുകൊണ്ടാണ്. മന്ത്രങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കുന്ന ഒരു ധ്യാന ശ്ലോകം ചൊല്ലി രൂപമില്ലാത്ത ദേവനും ദേവിക്കുമെല്ലാം തന്നെ രൂപം കൽപ്പിച്ചുകൊണ്ടാണ്. നാമം ജപിക്കുന്നതിന് മുമ്പ് ഒരു രൂപവും കൂടി കൽപ്പിച്ച് നാമരൂപങ്ങളെ സന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ധ്യാനാദികൾ നടത്തുന്നത്, ജപാദികൾ നടത്തുന്നത്. ഇതാണ് ഉപാസനയുടെ രീതി. അപ്പോൾ നമ്മൾ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതും ക്ഷേത്രങ്ങളിൽ പോയി അത്തരത്തിൽ ധ്യാനിക്കുന്നതും ജപിക്കുന്നതുമെല്ലാം തന്നെ ആദ്യത്തെ പടിയായിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വേണം? ജിതാസനനാകണം, കുത്തിയിരിക്കണം. ശ്വാസത്തെയെല്ലാം തന്നെ നിയന്ത്രിക്കണം. എന്നിട്ട് ജിതസംഗന്മാരാകണം. എന്നിട്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ നിഗ്രഹിച്ചവരായിട്ട് മാറിയാൽ നമുക്ക് സ്ഥൂലമായിരിക്കുന്ന ഭഗവത് വിഗ്രഹത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നമ്മുടെ ഉപാസനയെ ശക്തിപ്പെടുത്താം. ആ ശ്ലോകം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസംധാരയേ ധിയ. അപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം തന്നെ ഏകാഗ്രമാക്കി ഈശ്വരനിൽ അത് ബലമായിട്ട് ഉറപ്പിക്കുക എന്ന്. ഇതാണ് ധ്യാനം, ഇതാണ് യോഗം.
ഇതാണ് ജ്ഞാനം, ഇതാണ് വാസ്തവത്തിൽ തന്ത്രം, ഇതാണ് മന്ത്രവിദ്യ, ഇതാണ് വാസ്തവത്തിൽ ഭാഗവത വിദ്യ. അപ്പോൾ ഭാഗവത വിദ്യയിലും സ്ഥൂലമായിരിക്കുന്ന ഈശ്വര സ്വരൂപത്തെ കണ്ടുകൊണ്ട് ആ വിഗ്രഹത്തെയെല്ലാം തന്നെ മനസ്സിൽ ഊന്നിക്കൊണ്ട് ആ ധ്യാനിച്ചുകൊണ്ട് അതിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക വിദ്യയാണ് ഈ ഭാഗവതം എന്ന് വന്നു. എന്നിട്ട് ഭഗവാന്റെ രൂപത്തെയാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം ഭഗവത് രൂപം എങ്ങനെയൊക്കെ വർണ്ണിച്ചു. നാരായണ ഭട്ടേരിപ്പാടാണെങ്കിൽ വർണ്ണിച്ചിട്ടും മതിയാകാതെ ആദ്യത്തെ സർഗത്തിൽ അത് ഈ പറയുന്ന രീതിയിൽ ഓരോരോ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ സൂര്യസ്പർദ്ധികിരീട മൂർധതിലകപ്രോദ്ഭാസി ബാലാന്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേയൂരാംഗതഹാരകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു രീതി, തത്തേ പ്രത്യഗ്രധാര എന്നൊക്കെ പറഞ്ഞ് വേറൊരു ശ്ലോകം. അങ്ങനെ അനവധി ശ്ലോകങ്ങളിലൂടെ ഭഗവത് രൂപത്തെ ഇങ്ങനെ വർണ്ണിച്ചിടുകയാണ്. തുടക്കത്തിൽ പറഞ്ഞത് ഈ പറയുന്ന ബ്രഹ്മതത്വം എന്ന് പറയുന്ന അല്ലയോ ഈശ്വര നിൻ്റേതായിട്ടുള്ള ഭാവം അത് അസ്പഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പഷ്ടമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അസ്പഷ്ടമായിരിക്കുന്ന ഈശ്വര രൂപത്തെ നമ്മൾ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് സ്ഥൂലമായിരിക്കുന്ന ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി മെനഞ്ഞെടുത്ത് അതിനെ ധ്യാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ഭാഗവത്തിൽ തുടക്കത്തിലെ തന്നെ, ദ്വിതീയ സ്കന്ധത്തിൽ പ്രഥമ അധ്യായത്തിൽ തന്നെ. എന്നിട്ട് പറയുകയാണ് പാതാളമേതസ്യ ഹി പാദമൂലം. ആ സ്ഥൂലമായിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ കാല് അല്ലെങ്കിൽ പാദം മുതൽ നേരെ മേൽപോട്ടേക്ക്, കേശാദിപാദം പാദാദികേശം എന്ന് പറയുന്ന രീതിയിൽ എന്താണാവോ ഭഗവാന്റെ സ്ഥൂല വിഗ്രഹം, ഈശ്വരൻ എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിക്കാൻ ഈ പറഞ്ഞ രീതിയിൽ 4 കൂട്ടം കാര്യങ്ങൾ ജിത ആസനനായി, ജിത ശ്വാസനായി, ജിത സംഗനായി, ജിതേന്ദ്രിയനായി, അങ്ങനെ ഇരുന്നു കൊണ്ട് സ്ഥൂലമായിട്ടുള്ളൊരു വിഗ്രഹത്തെ നമ്മളിങ്ങനെ ഉറ്റുനോക്കുമ്പോൾ അത് എന്തായിരിക്കണം? പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി പാർഷ്ണിപ്രപദേ രസതലം മഹാതലം വിശ്വസൃജോദഗുൽഭൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ ദ്വേ ജാനുനീ സുതലം വിശ്വമൂർത്തേ ഊരുദ്വയം വിതലം ജാതലം ച മഹീതലം തജ്ജഘനം മഹീപതേ നവസ്ഥലം നാഭിസരോ ഗൃണന്തി. ഉരസ്ഥലം ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങൾ അംഗപ്രത്യംഗങ്ങളൊക്കെ ഇന്ന ലോകങ്ങൾ എന്ന് പറയുക. ഒരു സ്ഥലം ജ്യോതിരനീകനസ്യ ജ്യോതിരനീകമസ്യാഗ്രീവാമഹിർവദനം വൈജനോസ്യ തപോരരാടിം വിദുരാദിവം സത്യം തു ശീർഷാണി സഹസ്രശീർഷ്ണ. അംഗപ്രത്യംഗങ്ങൾ ശിരസ് വരേക്ക്, ബ്രഹ്മരന്ധ്രം വരേക്ക്, പാദതലം മുതൽ ആ ഭഗവാന്റെ ശരീരത്തിലെ അംഗപ്രത്യംഗങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചമാണെന്ന് പ്രഖ്യാപിക്കുക. അപ്പം ഏതൊരു പ്രപഞ്ചമാണോ നമ്മൾ ഇങ്ങനെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെയെല്ലാം തന്നെ നമ്മൾ നിരാകരിച്ചുകൊണ്ടാണല്ലോ ആധ്യാത്മികവാദം എന്ന് പറയുന്നു എന്നെല്ലാവരും പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നതായിട്ടുള്ള സകലതും അതെല്ലാം തന്നെ ഭഗവാന്റെ ശരീരമാണോ എന്ന് ഉറപ്പിക്കുകയാണ്. ഭഗവാനെ വിട്ടിട്ടൊരു ഭാഗം ഈ പറയുന്ന പ്രപഞ്ചത്തിൽ ഇല്ല എന്ന്, ഭഗവാനിൽ നിന്ന് ഒരു തിരിഞ്ഞ ഭഗവാന്റെ വിവർത്തമോ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തിൽ ഭഗവാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ്. സർവവേദാന്ത സാരമാണല്ലോ ഭാഗവതം. അപ്പോൾ സർവവേദാന്ത സാരമായതുകൊണ്ട് എന്തെല്ലാം തരത്തിൽ ഭഗവാനെ ഈശ്വരനെ നമ്മൾ ഗണിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ പരിഗണിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇവിടെ കാണാം. അക്കൂട്ടത്തിലാണ് ഈ പറയുന്ന അരക്കെട്ട് മുതൽ താഴത്തേക്കുള്ള 7 ലോകങ്ങൾ അധോലോകങ്ങൾ, അരക്കെട്ട് മുതൽ മുകളിലേക്കുള്ള 7 ലോകങ്ങൾ അത് ഊർധ്വലോകങ്ങൾ. ഇതെല്ലാം തന്നെ പിന്നാലെയും നമ്മൾ വേറെ രീതിയിൽ പഠിക്കുന്നുണ്ട് പഞ്ചമസ്കന്ധത്തിൽ. അപ്പോൾ അരക്കെട്ടാണ് ഇതിൻ്റെ ഡിമാർക്കേഷൻ, അല്ല രണ്ടും തമ്മിൽ വേർതിരിയുന്നത്. താഴത്തേക്കുള്ള 7 ലോകവും മുകളിലേക്കുള്ള 7 ലോകവും, അങ്ങനെയാണ് 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങളാണ് ഭഗവാന്റെ ശരീരം. ആ 14 ലോകങ്ങൾ പ്രപഞ്ചത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഈ 14 ലോകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ പാദതലം മുതൽ ശിരസ് വരേക്ക്, ബ്രഹ്മരന്ധ്രം വരേക്കുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഭഗവാനല്ലാതെ മറ്റാരുമല്ല ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലുള്ള 14 ലോകങ്ങൾ അധോലോകങ്ങളും ഊർധ്വലോകങ്ങളും ഇത് ഭഗവാന്റേതായിട്ടുള്ള ശരീരം തന്നെ എന്ന് ഉറപ്പിക്കുക. എങ്ങനെയുണ്ട് ഈ ധ്യാനം? അപ്പോൾ ഈശ്വരനെ വിട്ട് മറ്റാരെയും ഇവിടെ കാണാനില്ല എന്നുള്ള മട്ടിലേക്ക് ദ്വിതീയ സ്കന്ധത്തിലെ അഹം ദേവാസമേവാഗ്രേ എന്ന് പറയുന്ന ഭഗവാൻ നാരായണൻ ബ്രഹ്മദേവന് ഉപദേശിച്ചു കൊടുക്കുന്ന ചതുശ്ലോകിയിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം ഇപ്പോഴേ തന്നെ ഉറപ്പിക്കാം. ഇവിടെ കാണുന്നതെല്ലാം തന്നെ ഭഗവാനെ അല്ലാതെ മറ്റെങ്ങ് ആരെയും കാണാനില്ല. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലോ അവിടെ ഭഗവന്മയമായിരിക്കുന്നൊരവസ്ഥ മാത്രം. ഇതാണ് ധ്യാനക്രമം. അങ്ങനെ സ്ഥൂലമായിരിക്കുന്ന വിഗ്രഹത്തെ ഭഗവത് സ്വരൂപമായിട്ട് കണ്ട് മുന്നോട്ട് പോകണമെന്നെല്ലാം തന്നെ പറയുന്ന ആ രീതി. പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി പാർഷിപ്രപദേ രസതലം മഹാതലം വിശ്വസൃജോദഗുൽഭൗ തഥാ തലാതലം വൈ പുരുഷസ്യ ജംഘേ ദ്വേ ജാനുനീ സുതലം
വിശ്വമൂർത്തേരൂരുദ്വയം വിതലം ചാതലം ച മഹീതലം തജ്ജഘനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി പുരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തപോരരാടിയും വിദുരാദിപുംസ സത്യം തു ശീർഷാണി സഹസ്രശീർഷ. ഒരു കാര്യം കൂടി ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ശരീരത്തെ നമ്മൾ കൂടം എന്ന് പറയും. ഈ കൂടത്തിൽ വസിക്കുന്നവനാണ് ഈശ്വരൻ, കൂടസ്ഥൻ എന്ന് കൂടി പറയും. ത്രികൂടം എന്ന ഈ ശരീരത്തെ വിശേഷിപ്പിക്കും. ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ, കഴുത്തു മുതൽ മേൽപ്പോട്ടേക്ക് ഒരു കൂടം, കണ്ഠാതക്കടി പര്യന്ത മധ്യകൂടം, കഴുത്തു മുതൽ താഴത്തേക്ക്, പിന്നെ അരക്കെട്ട് മുതൽ താഴത്തേക്ക് മൂന്നാമതൊരു കൂടം. ഇങ്ങനെ 3 കൂടം കൂടിയ ത്രികൂടമാണ് ശരീരമെന്ന് നമ്മൾ ഇങ്ങനെ പഠിക്കാറുണ്ട്. ഏതായാലും ത്രികൂടം എന്ന് പറയുന്നത് നമ്മൾ ഗജേന്ദ്രമോക്ഷം വായിക്കുമ്പോൾ അവിടെയും ത്രികൂട എന്ന് പറയുന്ന ഒരു അജലത്തിൻ്റെ ഉപരി ഈ ഗജേന്ദ്രൻ കയറി എന്നെല്ലാം പറയുമ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ഇട്ട് തരികയാണ് ഇത് ശരീരമാണ്. അപ്പോൾ നമ്മുടെ ശരീരമേത് എന്ന് ചോദിച്ചാൽ അത് വാസ്തവത്തിൽ ത്രികൂടമാണ്, കൂടമാണ്, ഈശ്വരൻ വസിക്കുന്ന സങ്കേതമാണ്. അപ്പോൾ ഈശ്വരൻ ആവസിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ബൃഹത്തായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിൽ കാണുന്നതെല്ലാമോ അതും ഭഗവാനാണ്. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കുന്ന പക്ഷം ഈ ശരീരം എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ ഫോം. അതിനെ നമ്മൾ പറയുന്നത് വ്യഷ്ടിഗതം എന്ന് പറയാം. വ്യഷ്ടി വ്യക്തി. അപ്പം ഏതായാലും വ്യഷ്ടിഗതമായിരിക്കുന്ന ഈ ശരീരത്തെ എടുക്കുമ്പോൾ അത് സമഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രതീകം തന്നെയാണ്. സമഷ്ടിയായിരിക്കുന്ന, സമഗ്രമായിരിക്കുന്ന, എല്ലാം കൂടിയ അത്തരത്തിൽ സമഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കുന്ന വ്യഷ്ടി എന്ന് പറയുന്ന ശരീരം ഈശ്വരൻ്റെ ആവാസസ്ഥാനമാണ് എങ്കിൽ സമഷ്ടി എന്ന് പറയുന്ന സമഗ്രമായിരിക്കുന്ന പ്രപഞ്ചവും ഈശ്വരൻ്റെ ആവാസസ്ഥാനമാണ്. അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ്റെ ആവാസസ്ഥാനമായിരിക്കുന്ന സമഷ്ടി തലത്തിൽ നാം കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാം ഈശ്വരഭാവമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യക്തിഗതമായിട്ട് വ്യഷ്ടിയായിട്ട് വന്നിരിക്കുന്ന ശരീരത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ ഈ ശരീരാവയവങ്ങൾ, നമ്മുടെ ശരീരാവയവങ്ങൾ അതുതന്നെയാണെന്ന് വരുമ്പോൾ രണ്ടും തമ്മിലൊന്ന് യോജിപ്പിച്ചാൽ ഈശ്വരൻ്റെ ആവാസസ്ഥാനമായിരിക്കുന്ന നമ്മുടെ ശരീരം അത് ഈശ്വരൻ്റെ ശരീരമാണെന്ന് വന്നില്ലേ? അതാണ് വിഗ്രഹം. അപ്പോൾ നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത് ശരീരം എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ്. നമ്മുടെ ശരീരത്തെയും വിഗ്രഹം എന്ന് പറയുന്നത് ഈ വിഗ്രഹം വെച്ചുകൊണ്ട് വേണം നമുക്ക് ഉപാസിക്കാൻ. നമ്മൾ ഉണ്ടാക്കുന്ന വിഗ്രഹത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈശ്വരനിർമ്മിതമായിരിക്കുന്ന ഈ വിഗ്രഹം. ഈശ്വരനിർമ്മിതമോ പരിണാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, എന്നാലും വിരോധമില്ല. അപ്പോൾ ഏതായാലും ഈശ്വരാന്വേഷണത്തിന് ഉതകുന്ന ഒരു വിഗ്രഹമാണ് ഈ ശരീരം. ഈ ശരീരം ഈശ്വരൻ്റെ ഒരു വ്യക്തിഗത ഭാവമാണ്, വ്യക്തിയായിട്ടുള്ള ഭാവമാണ്. അപ്പോൾ അതിൽ ഇരുന്നു കൊണ്ട് ഈശ്വരൻ പ്രവർത്തിക്കുന്ന ആ ഈശ്വരനെ കണ്ടുപിടിക്കാൻ ഈ പറയുന്ന വിഗ്രഹത്തെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അതിന് വിഗ്രഹം എന്ന് പേര് വന്നു. വിശേഷത ഗ്രഹിക്കേണ്ടത് വിഗ്രഹം, അതിലൂടെ വേണം ഗ്രഹിക്കാൻ. അപ്പോൾ എല്ലാ തരത്തിലും അത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇവിടെയും പാതാളം മുതൽ ഈ പറയുന്ന നഭസ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങേയറ്റ സത്യലോകം വരേക്കുള്ള സകല ലോകങ്ങളെയും, അരക്കെട്ട് മുതൽ താഴത്തേക്കുള്ള 7 ലോകങ്ങളും അരക്കെട്ട് മുതൽ മുകളിലേക്കുള്ള 7 ലോകങ്ങളും ഇതെല്ലാം തന്നെ ഈശ്വരൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥൂലമായിരിക്കുന്ന വിഗ്രഹത്തെ ഇട്ടുതരുന്നത്. അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് ഊർധ്വലോകം എന്ന് പറയുമ്പോൾ ഉന്നമനത്തിൻ്റെതാണ്. അരക്കെട്ട് മുതൽ മേൽപോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഊർധ്വഗമനത്തിൻ്റെതാണ്. അവിടെയാണ് അടുത്തു വരാനിരിക്കുന്ന ജീവൻ എവിടെയാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി മൂലാധാരം എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് നട്ടെല്ലിൻ്റെ സുഷുമ്നാകാന്ഡത്തിൻ്റെ അവസാന വേളയിൽ ചതുർദള പത്മത്തിൽ അവിടെ കുടികൊള്ളുന്നു എന്ന് പറയുമ്പോൾ അരക്കെട്ട് വിട്ട് താഴത്തേക്ക് വീണിട്ടില്ല. ജീവൻ അരക്കെട്ട് വിട്ട് താഴത്തേക്ക് വീണിട്ടില്ല. അങ്ങനെ വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവതിയോ അവിടെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്, ഗണപതിയോ അവിടെ ചെന്നിരിപ്പുണ്ട് എന്നാണ് താന്ത്രിക വിദ്യയിൽ നമ്മൾ പഠിക്കുന്നതല്ല. അവിടെ നിന്നാണ് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത്. ഉത്തിഷ്ഠത, ജാഗ്രത, എന്നിട്ട് പ്രാപ്യവരാന്തി ബോധത, അവിടെ ചെല്ലണം തലയിലേക്ക്. എന്നിട്ട് ആ തലയും പൊട്ടിച്ച് പുറത്തേക്ക് കിടക്കണം. ഇതെല്ലാം തന്നെ ദ്വന്ദ്കാരിയുടെ കഥയും ഇനി വരാനിരിക്കുന്ന കഥാഭാഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ എല്ലാ തരത്തിലും ഇത്തരത്തിൽ അരക്കെട്ടിൽ വന്ന് കിടക്കുന്ന ആ ജീവൻ്റെ അധോഗതി എന്ന് പറയുന്നൊരവസ്ഥ ഇല്ലാതെയായാൽ നരകത്തിൽ പതിക്കാതിരിക്കാം. ഇത് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷപദവി അലങ്കരിക്കുകയും ചെയ്യാം. ശരീരത്തിൽ കുടിയേറി പാർത്തിരിക്കുന്ന ജീവൻ ഈശ്വരനാണെന്നുള്ള ബോധം വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രയത്നങ്ങളെല്ലാം. ശരീരത്തിൽ കുടിയേറി പാർത്തിരിക്കുന്ന ജീവൻ എന്ന് പറയുന്ന മൂലാധാരസ്ഥനായിരിക്കുന്ന പരബ്രഹ്മം തന്നെയായിരിക്കുന്ന പരമാത്മാവ് തന്നെയായിരിക്കുന്ന ജീവോ ബ്രഹ്മൈവനാപര എന്ന് ആദിശങ്കരൻ പാടിത്തന്ന അതിൻ്റെ ഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. അതിനെന്ത് വേണം? ജിതാസനോ ജിതശ്വാസോ ജിതസങ്കോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസംധാരയധിയ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ ഏകാഗ്രതയോടുകൂടി
ശരീരത്തിൻ്റെ നിയന്ത്രണം, മനസ്സിൻ്റെ നിയന്ത്രണം, തദ്വാര ബുദ്ധിയുടെ നിയന്ത്രണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള നിയന്ത്രണം, യമം നിയമം, ആസനം പ്രാണായാമം, പ്രത്യാഹാരം. അത് കഴിഞ്ഞാൽ ധാരണ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്, ആ ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ധ്യാനമെല്ലാം തന്നെ എടുത്തിട്ട് തന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് സ്ഥൂലമായിരിക്കുന്ന പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആ അവസ്ഥയിൽ ഈശ്വരനെ ധ്യാനിക്കാനായിട്ട് ഒരു 3-4 ശ്ലോകങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ ഇട്ടു വന്നിരിക്കുന്നു. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. കേചിത് സ്വദേഹാന്തർഹൃദയാവകാശേ യേ പ്രാദേശമാത്രം പുരുഷം വസന്തം. പുരുഷൻ എന്ന് പറയുന്ന ഈശ്വരൻ, വസുദേവൻ, അദ്ദേഹം വസിക്കുന്നത് ഈ പറയുന്ന എന്താ ഈ ശ്ലോകത്തിൽ 2ാം അധ്യായം 2-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ കേജിത് സ്വയം സ്വദേഹാന്തർഗ്രഹ ഹൃദയാവകാശേ, ഹൃദയം എന്ന് പറയുന്ന ശരീരാന്തർഭാഗത്ത് പ്രാദേശമാത്രം പുരുഷം വസന്തം, അങ്കുഷ്ടമാത്ര തുല്യം എന്നൊക്കെ പറയും, പ്രാദേശം മാത്രം. അപ്പം അത്തരത്തിൽ വളരെ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ അധികമുണ്ട്. ചതുർഭുജം, അങ്ങനെയാണ് അവിടെ ഇങ്ങനെ വസിക്കുന്നത്. ഏത് രീതിയിലാണ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. കേജിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം. ചതുർഭുജം, അവിടെയാണ് 4 കൈകളോടുകൂടിയാണ് ഈ കൊച്ച് ഈശ്വര സ്വരൂപം നമ്മുടെ ഹൃദയമാകുന്ന ആ പത്മത്തിലാണ്, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ചതുർഭുജം കഞ്ചരഥാംഗ ശംഖഗതാധരം ധാരണയാ സ്മരന്തി. അങ്ങനെയാണ് നമ്മൾ ശരീരത്തെ, നമ്മുടെ ശരീരവും ഈശ്വരൻ്റെ ശരീരവും എന്നൊരു പ്രപഞ്ചവും നമ്മൾ യോജിപ്പിക്കുന്ന വിദ്യ നോക്കി 1, 2 എന്ന് പറയുന്ന അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സമന്വയം നമ്മൾ സാധിക്കുന്നുണ്ട്. ബൃഹത്തായിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ധ്യാനിച്ചിങ്ങനെ ഉറപ്പിക്കാനല്ല പറഞ്ഞത്. അതാണ് ഈശ്വരൻ്റെ രൂപം, അത് ബൃഹത്തായിരിക്കുന്ന രൂപം. ആ ബൃഹത്തായിരിക്കുന്ന ഈശ്വര രൂപത്തെ നമുക്കൊന്ന് ചുരുക്കിക്കൊണ്ടുവരാം. അത് ധ്യാനത്തിൻ്റെ ഒരു ക്രമമാണ്. അതിസ്ഥൂലമായിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുന്ന ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ളൊരു വിദ്യയാണ്. ആ ഈശ്വരൻ ഞാനാണെന്നുള്ളതും കൂടി തൽക്കാലം നമ്മളൊന്ന് ഇങ്ങനെ നനയ്ക്കുക. ആ ഈശ്വരനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. നോക്കൂ. പ്രസന്നവക്ത്രം നളിനായ ദക്ഷണം കദംബ കിഞ്ചൽ കപിശങ്കവാസസം ലസൻ മഹാരത്ന ഹിരൺമയാങ്കതം സ്ഫുരൻ മഹാരത്നകിരീടകുണ്ടലം ഉന്നിദ്രഹൃത്പങ്കജകർണികാലയേ യോഗേശ്വര സ്ഥാപിത പാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ധരം അമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം വിഭൂഷിതം മേഖലയങ്കുലീയകൈ മഹാധനയേർന്നോ പുരകങ്കണാധിപി സ്നിഗ്ധാമലാകുഞ്ചിത നീലകുന്തളയ വിരോചമാനാനനഹാസപേശലം അധീനലീലാഹസിദക്ഷണോല്ലസത് ഭ്രൂഭംഗസംസൂചിതഭൂര്യനുഗ്രഹം ഇക്ഷേത ചിന്താമയമേനമീശ്വരം യാവന്മനോ ധാരണയാ ധാരണയാവതിഷ്ഠതേ. ഇത് തിരുവുമ്പ് എങ്ങനെ പാടിയെന്നൊന്ന് നോക്കിയിട്ട് പോയാൽ അല്പം ഒരു എളുപ്പം നമുക്ക് കിട്ടും. കൈനാലില് അബ്ജം ഗദാശങ്കജ ചക്രം ധരിച്ച് ചൂണ്ടോന്നി വിരൽ പ്രമാണം, ചൂണ്ടോന്നി വിരൽ, ചൂണ്ടാണി വിരൽ അല്ലെങ്കിൽ ഈ പറയുന്ന അങ്കുഷ്ടം, ചൂണ്ടോന്നി വിരൽ പ്രമാണം സ്വഹൃത്തടം തന്നിൽ വസിക്കും ഈശരൂപം സ്മരിപ്പൂ ചില സാധകന്മാർ. എന്നിട്ടോ ചെന്താരിതൾ കണ്ണിണയും കടമ്പണിപ്പൂവല്ലീ പോൽ മഞ്ഞൾ വിഴിഞ്ഞ ചേലയും കത്തും മഹാരത്നമണിഞ്ഞ പൊന്മയം കിരീടവും തോൾവളകുണ്ടലങ്ങളും യോഗീന്ദ്രഹൃത്തായ വിടർന്ന താമരത്താരിൻ നടുക്കെന്തിന പാദ പല്ലവം മാറത്ത് വാടാമലർമാല കൗസ്തുഭം ശ്രീലക്ഷ്മവും രമ്യമുഖപ്രസാദവും രത്നാഞ്ചിതം കൈവളതു മോതിരങ്ങളും ചിലങ്കയും പൊന്നരഞ്ഞാൺ വിഭൂഷയും മിനുപ്പെഴും വാർചുരുൾ നീലുകുന്ന നീലകുന്തളം തിളക്കമേറും മൃദുചാരുഹാസവും കൃപാമൃതം തൂക്കും ഉദാര സുസ്മിതൊല്ലസൽ കടാക്ഷത്തിൽ വളഞ്ഞ ജില്ലിയും മനസ്സിലോർത്തായത് ഉറച്ചു കിട്ടുവാൻ ശ്രമിക്കയാം സാധകരാ ആവതും ചിരം. ഉപാസകന്മാരുടെ ധ്യാനിക്കുന്ന രീതി പറഞ്ഞു. നമ്മളൊന്ന് സമന്വയിപ്പിക്കണം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമ്മുടെ ഹൃത്തടത്തിൽ വസിക്കുന്ന തള്ളവിരൽ വലിപ്പത്തിൽ അങ്കുഷ്ടമാത്ര തുല്യനായിട്ട് ഹൃത്തടത്തിൽ വസിക്കുന്ന ഈശ്വരനെ ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് എങ്ങനെ ജിതാസനായിട്ട് ജിതശ്വാസനായിട്ട്
ജിതേന്ദ്രിയനായിട്ട് ജിതസംഗനായിട്ട് വിട്ടുപോകരുത്. അതേ രീതിയിൽ ഇരുന്നു കൊണ്ട് വേണം ഉപാസന നടത്താൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവിടെയെല്ലാം തന്നെ വാസ്തവത്തിൽ ഒരു ക്രമമുക്തിയെ പറ്റി പറഞ്ഞു പോകുന്ന ഭാഗവതം സദ്യോമുക്തി എന്ന് പറയുന്ന രീതിയിൽ ഒരു യോഗമാർഗവും കൂടി നിസ്സാരമായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെയാണ് എങ്കിൽ കൂടി അതുകൂടി നമുക്ക് സ്മരിച്ചുകൊണ്ട് നിർത്താം. അത് നമുക്ക് അടുത്ത ആ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയാകാം. ഏതായാലും ഇത്തം മുനിസ്തൂ പരമിദ്വ്യവസ്ഥിതോ വിജ്ഞാനർഗ്വീര്യസുരന്ധിതാശയ സ്വപാർഷ്ണിനാപീഠ്യാഗുതം തതോ അനിലം സ്ഥാനേഷു ഷട്സൂന്നമയേജിതക്ലമാ. യോഗവിദ്യ കൂടി സദ്യോമുക്തി ക്രമമുക്തിയും സദ്യോമുക്തിയും ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. വളരെയേറെ യോഗ്യനായിരിക്കുന്ന പരീക്ഷത്ത് മഹാരാജാവിനത് പെട്ടെന്ന് കയറും. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. 7 ദിവസം മാത്രം അവശേഷിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ യോഗ്യനുമാണ്. നാഭ്യാം സ്ഥിതം, നാഭി മുതലുള്ള സങ്കേതങ്ങളിൽ നിന്ന് ഓരോരോ സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണർത്തിക്കൊണ്ടുവരിക. നാഭ്യാം സ്ഥിതം ഹൃദ്യധിരോപ്യ തസ്മാത് ഉദാനഗോത്യോരസിതം നയന്മുനി തദോനുസന്ധായ ധിയ മനസ്വി സ്വതാലുമൂലം ശനകൈർനയേത തസ്മാത് ഭ്രോരന്തരമുന്നയേത നിരുദ്ധസപ്തായതനോനപേക്ഷ സ്ഥിത്വാ മുഹൂർത്താർത്ഥമകൊണ്ട ദൃഷ്ടി നിർഭിദ്യ മുഹൂർധൻ വിശദേത് പരം ഗത. വെറും 3 ശ്ലോകങ്ങളാണ്. പക്ഷേ ഇത് എഴുത്തച്ഛൻ പാടി വന്നപ്പോൾ നീണ്ട ഒരു ഭാഗമായിട്ട് മാറുന്നുണ്ട്. 2ാമത്തെ സ്കന്ധം എഴുത്തച്ഛൻ്റെ മലയാള പരിഭാഷയിൽ വളരെ ചുരുങ്ങിയ ഒരു അധ്യായമായിട്ട് തോന്നും. പക്ഷേ അത് വളരെ ബൃഹത്തായിട്ട് കൈകാര്യം ചെയ്ത് ഈ സദ്യോമുക്തി എന്ന് പറയുന്ന യോഗവിദ്യ ഇവിടെയോ വിജ്ഞാനതൃക്കാൽ തിരുവുമ്പ് വിജ്ഞാനതൃക്കാൽ വിഷയേച്ഛ സർവം ഈ വിധം ധരിക്കേ മുനി മുക്തസംഗനായി ഗുദം കുതിക്കാലിലമർത്തി ഉന്നയിച്ചിടം ഷടാധാര വഴിക്കുവായുവേ. ഇത് പെട്ടെന്ന് ഇങ്ങനെ വളരെ സാധാരണക്കാർക്ക് എന്തിന് ഷടാധാരം, എന്തിന് വായുവിൻ്റെ സഞ്ചാരം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇതാണ് ഭാഗവത ഒരു വിദ്യയാണ് എന്ന് പറയാൻ കാരണം. നാഭിസ്തമാം വായുവേ, ഹൃത്തിൽ, നാഭിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്, ഇതൊക്കെ ഓരോരോ ചക്രങ്ങളാണ്. നാഭിസ്തമാം വായുവിഹൃത്തിൽ അങ്ങോ നിന്ന് ഉദാനനാം വായുമൊത്ത് ഉരസ്സിലും അണച്ച് ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഉറപ്പിക്കുകയാണ്. ഉറപ്പിച്ച് അവിടന്നുമെല്ലവേ വിശുദ്ധി ചക്രാൽ, വിശുദ്ധി ചക്രം കഴുത്തായി, വിശുദ്ധ ചക്രാഗ്രമണച്ച് ധീരനായി നിരുദ്ധമാം 7 അസുമാർഗവും കടന്ന് ആജ്ഞാഖ്യ ചക്രത്തിലഗുണ്ടദൃഷ്ടിയായിരുന്ന് മൂർധാവ് വഴിക്ക് വായുവെ പുറത്ത് തള്ളി പരനോട് ചേർന്നിടും. 3 ശ്ലോകങ്ങളും അത് വാസ്തവത്തിൽ ബൃഹത്തായിരിക്കുന്ന എഴുത്തച്ഛൻ്റെ രീതി നമുക്ക് അടുത്ത ആ ഞായറാഴ്ച നോക്കാം. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. 66 വയസ്സുകാരൻ ഈ പരീക്ഷത്തിന് സാധിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം അത് സിദ്ധഹസ്തനായതുകൊണ്ടാണ്. ജന്മനാ തന്നെ യോഗ്യനാണല്ലോ. അപ്പോൾ എല്ലാ തരത്തിലും യോഗ്യനായിരിക്കുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സാധിച്ചു. 7 ദിവസക്കാലം കൊണ്ട് ഈ ഭാഗവത വിദ്യ അവിടെ ഇവിടെയുമായിട്ടുള്ള പരാപര എന്നെല്ലാം പറയുന്ന എല്ലാ വിദ്യകളും കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം പകൽ മുഴുവൻ ഈ പറയുന്ന ശുഖബ്രഹ്മത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കേൾക്കുകയാണ്. ഒട്ടും ആലശീലയില്ലാതെ അല്ലെങ്കിൽ ആലസ്യമില്ലാതെ എല്ലാ തരത്തിലും ശ്രദ്ധാലുവായിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കുത്തിയിരുന്ന് ചിന്തിക്കുന്ന ഉറക്കമില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഇരുന്നു കൊണ്ട് കൈകാര്യം ചെയ്താൽ ഇതെല്ലാം തന്നെ സാധ്യവുമാണ്. അപ്പോൾ സൂക്ഷ്മതൃക്കായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈശ്വരതത്വത്തെ സാക്ഷാത്കരിക്കാനുള്ളൊരു വിദ്യ, അതാണ് വാസ്തവത്തിൽ ശുഖബ്രഹ്മം. സാക്ഷാൽ ദക്ഷിണാമൂർത്തി തൻ്റെ ശിഷ്യനായിട്ടും ശ്രോതാവായിട്ടും തന്നെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രായോപവേശം ചെയ്ത പരീക്ഷത്തിന് ഉപദേശിക്കുന്നത് എന്ന് നമ്മൾ നല്ലപോലെ ഉറപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ എല്ലാ തരത്തിലും ഇത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിദ്യയാണ്. വെറുതെ കേട്ടിട്ട് യാന്ത്രികമായിട്ടുള്ളൊരു കേൾവിയും എന്നിട്ട് കിടന്ന് ഉറങ്ങലും ഇതിൻ്റെ ഈ വിദ്യയിൽപ്പെട്ടതല്ല. നല്ലപോലെ നമ്മൾ ചിന്താധരന്മാരായി നല്ലപോലെ നമ്മൾ ഈ ചിന്ത എന്ന് പറയുന്ന നല്ലപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇതിനെ ചരണൻ പ്രവടൻ വിചാരണ പരോഭക്യ എന്നെല്ലാം തന്നെ പറയുന്ന ഭാഗവതത്തിൻ്റെ ആ ദർശന വിദ്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിദ്യ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്.
ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം.